യെസ്. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിവിഷനാ ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലെ? ഒരു ഫസ്റ്റ് സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ ഇവിടെ ഏത് ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ചെയ്തേ? 145, 146, 147 അല്ലെ? 147 വരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലെ? ടാക്സി ചാർജ് വരെയായിരുന്നു ചെയ്തിരുന്നു അല്ലെ? 147 വരെ ചെയ്തതല്ലേ? ചെക്ക് ചെയ്തേ. 147 അല്ലേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേ? അല്ലെ? യെസ്, 147 നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 148. ഓക്കെ, അപ്പൊ 148 നോക്കിക്കേ. ജഗദീഷ് joined school on 15th April 2014 and left school on 11th March 2022. He was in school for, so 2 ഇയേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? 2 ഡേറ്റ് തന്നിട്ടുണ്ട്. 15th April 2014, പിന്നെ ഒരു ഡേറ്റ് 11th March 2022 അല്ലെ? അപ്പൊ സ്കൂളിൽ ജോയിൻ ചെയ്ത ഡേറ്റ് 15th April 2014 എന്ന് പറയുന്നതാണ്. സ്കൂളിൽ നിന്ന് പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാ? 11th March 2022 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ എത്ര ഇയേഴ്സ്, മന്ത്സ് ആൻഡ് ഡേയ്സ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ നമുക്കറിയാം ലാസ്റ്റ് പോകുന്നത് എപ്പോഴാ? ആ 11th March 2022. അതിൽ നിന്ന് നമ്മുടെ ആ ജോയിൻ ചെയ്ത ഡേറ്റ് അല്ലെ, അത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ ഇടയിൽ എത്ര ഡേയ്സ് ആണ് ഉള്ളത് എന്ന് കിട്ടും. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഒന്നും വേണ്ടല്ലോ, ജസ്റ്റ് ഇയറും കാര്യങ്ങളും മാത്രം മതി, മന്ത്സും മതി. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് നോക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടാമത് തന്ന ഡേറ്റ് എന്ന് എന്ത് ചെയ്താൽ മതി? ആ ഫസ്റ്റ് ഡേറ്റ് ഒന്ന് നിങ്ങൾ സബ്ട്രാക്ഷൻ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കേ. ഇപ്പൊ നമുക്ക് രണ്ടാമത് തന്ന ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെ, സ്കൂളിൽ നിന്ന് പോകുന്ന ഡേറ്റ് 2022 മാർച്ച് 11 അല്ലെ? ഇതിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്താ? 2014 ഏപ്രിൽ 15. ഈ ഡേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതൊന്ന് കുറയ്ക്കേണ്ടത് ആണല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് മാർച്ച് 2022. മാർച്ച് എന്ന് പറയുമ്പോൾ എത്ര മാസാ? 1, 2, 3 അല്ലെ? മൂന്നാമത്തെ മാസമാണ് മാർച്ച്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 2022 അല്ലെ? മാർച്ച് എന്ന് പറയുന്നത് എത്ര മാസാ? 3 മാസമാണ് അല്ലെ? മാർച്ച് വരെ 3 മാസം. പിന്നെ ഡേറ്റ് 11 തന്നെ മൈനസ് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 2014 അല്ലെ? ഏപ്രിൽ എന്ന് പറയുന്നത് എത്ര മാസാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലെ? 4 മാസം. എത്ര ഡേയ്സാ? 15 ദിവസം. ഇതാണ് നമുക്ക് കുറയ്ക്കേണ്ടത് ആണല്ലോ. ഇത് ഡേയ്സ് ആണ്, ഇത് മന്ത്സ് ആണ്, ആൻഡ് ഇത് ഇയർ ആണ് അല്ലെ? ഡേയ്സും മന്ത്സും ഇയറും. ഈ മന്തിൽ ഏതൊക്കെ ഉള്ളതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. നമുക്ക് ഈ മന്ത്സിൽ വരുന്നത് മാർച്ച് വരെയുള്ള മന്താണ് അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. പിന്നെ നെക്സ്റ്റ് ഡേറ്റ് അത് 11 വരും. ഇവിടെ ഡേയ്സ് 11 അല്ലെ? ദെൻ 2014 ഏപ്രിൽ എന്ന് പറയുമ്പോൾ 4 മന്ത്സ് അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഡേറ്റ് 15 ആണല്ലോ. ഇനി നമ്മൾ സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്യാം. നമ്മൾ സാധാരണ കുറയ്ക്കില്ലേ നമ്പേഴ്സ്? അപ്പൊ ആദ്യം ഡേയ്സിലോട്ട് പോയി, ലെഫ്റ്റ് അവിടെ റൈറ്റ് എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം അങ്ങോട്ട് പോയി ഡേയ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, 11 മൈനസ് 15 അപ്പൊ നമുക്കറിയാം 11 എന്ന് 15 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? 11 എന്ന് 11 15 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എന്താ നമ്പേഴ്സിൽ ചെയ്യുന്നത്? ബോറോ ചെയ്യും അല്ലെ? അപ്പുറത്തെ പ്ലേസിൽ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യും. അതേപോലെ നമ്മൾ ഇപ്പുറത്തെ പ്ലേസിൽ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യും. ഓക്കെ, മന്ത് എന്ന് ആ ഡേയ്സിലോട്ട് ബോറോ ചെയ്യും. മന്ത് എന്ന് പറയുന്നത് ഏതൊക്കെ മന്ത്സ് ആണല്ലോ? എവിടെ? ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, 3 മാസം. അപ്പൊ അതിന്ന് നമ്മൾ ആ മാർച്ച് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ബോറോ ചെയ്യും. ഓക്കെ, മാർച്ച് എന്ന് പറയുന്ന മാസത്തിന് നമ്മൾ ഇങ്ങോട്ട് ബോറോ ചെയ്യും. ഓക്കെ, അപ്പോ ഈ മാർച്ചിൽ മൊത്തം നമുക്ക് എത്ര ദിവസം? മാർച്ചിൽ മൊത്തം നമുക്ക് 31 ദിവസം വരും അല്ലെ? 31 ഡേയ്സ് വരും. അപ്പൊ ആ ഒരു 31 ഡേയ്സും പ്ലസ് ഇവിടെ ഓൾറെഡി ഉള്ള ഒരു 11 ദിവസവും അല്ലെ? ഇവിടെ ഓൾറെഡി ഒരു 11 ദിവസം ഉണ്ട് ആണല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 കിട്ടും അല്ലെ? 42 കിട്ടും. ഈ ഡേയ്സ് ഇവിടെ 42 ഓക്കെ, ഡേയ്സ് എന്ന് പറയുന്നത് എന്തായി? 42 ഇനി അതേപോലെ അപ്പൊ ഈ മന്ത്, ഒരു മന്ത് അങ്ങോട്ട് പോയി. അപ്പൊ ഇനി ബാക്കി 2 മാസേ ഇവിടെ ഉള്ളൂ ആണല്ലോ. ഒരു മാസം അങ്ങോട്ട് പോയി, മാർച്ച് അങ്ങോട്ട് പോയി, ബാക്കി 2 മാസേ ഉള്ളൂ. ഡേയ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും നമ്മൾ. 42 മൈനസ് 15 നമ്മൾ ചെയ്യും. ഓക്കെ, 42 എന്ത് ചെയ്യും? 15 നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. എന്ത് കിട്ടും? 42 15 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 2 മൈനസ് 5 അപ്പൊ 12 ആയി. ഇവിടെ 3 ആയി അല്ലെ? അപ്പൊ 27 അല്ലെ? 27 നമുക്ക് കിട്ടും.
അല്ലെ 27 ഡേയ്സ് നമുക്ക് കിട്ടും. ഇനി 27 എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷൻ ബി ആൻഡ് സി രണ്ടും 27 ആണല്ലോ. ബിയും 27 വന്നിട്ടുള്ളത്, സിയും 27 വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്തത് മന്ത്സ് നോക്കാം. ഓക്കെ, അപ്പൊ മന്തിന്റെ അവിടെ ഏതൊക്കെയുള്ളത്? 2ഉം 4ഉം ആണ് അല്ലെ. ഈ 2ന്ന് നമുക്ക് 4 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലല്ലോ. 2 മന്ത് 4 മന്ത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്കറിയാം 2 മാസത്തിൽ നിന്ന് 3 മാസം കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എവിടുന്ന് ബോറോ ചെയ്യും? നെക്സ്റ്റ് നമ്മുടെ ഇയറിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യും. ഓക്കെ, ആ ഇയറിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യും. ഒരു ഇയർ ബോറോ ചെയ്യും. ഓക്കെ, ഒരു ഇയർ നമ്മുടെ ഇയറിന്ന് ഇങ്ങോട്ട് 2022 അപ്പുറത്തുള്ള അവിടുന്ന് ഒരു വർഷം ഇങ്ങോട്ട് ബോറോ ചെയ്യും. അപ്പൊ മന്ത്സിലോട്ടാ വരണേ അല്ലെ. മന്ത്സിലോട്ടാ. ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ് നമുക്കറിയാം. 12 മാസം അല്ലെ. 12 മാസം. ആ 12ന്റെ ഒപ്പം ഇവിടെ ഒരു 2 മാസം ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇവിടെ മൊത്തം എത്ര മാസമായി? നമുക്ക് 14 മാസമായി ആണല്ലോ. 14 മാസമായി. എന്നിട്ട് ഈ 14 എന്ത് ചെയ്യും? നമ്മൾ 4 മാസം കുറയ്ക്കും. 14 മാസത്തിൽ നിന്ന് 4 മാസം പോയാൽ ബാക്കി എത്ര വരും? 10 മാസം വരും. ഓക്കെ, 14 4 പോയാൽ നമുക്ക് 10 മാസം വരും. ഇനി അതേപോലെ തന്നെ അപ്പൊ ഇനി ഓപ്ഷനിൽ പോയി നോക്കാം. 10 മാസം കിട്ടി. അപ്പൊ വേണമെങ്കിൽ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇതിൽ ആ സി ഓപ്ഷൻ നോക്കിക്കേ, അതിൽ ആ 27ഉം 10ഉം കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ വേണമെങ്കിൽ സി എന്നുള്ള ഓപ്ഷൻ. ഇനി ആദ്യത്തേലെ 27 ഡേയ്സ് എന്ന് ഒറ്റൊന്നിലേ ഉള്ളൂ വെച്ചാൽ അപ്പൊ തന്നെ ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ 227 വന്നുകൊണ്ടാണ് നമ്മൾ മന്ത്സും കൂടി കണ്ടുപിടിച്ചിട്ടൊന്ന് കൺഫേം ചെയ്തത് അല്ലെ. അപ്പൊ 10 മാസം എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പൊ 10 മാസം. അപ്പൊ നമ്മുടെ സി ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി വെറുതെ ഇയറും കൂടി നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഇയർ ഇങ്ങോട്ട് പോയല്ലോ. 2022 ഒരു ഇയർ പോയല്ലോ. ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 2021 ആണല്ലോ. ഈ 2021 നമ്മുടെ 2014 കുറച്ചാ. ബാക്കി എത്ര ഇയർ ആയിരിക്കും? എത്ര ഇയർ ആയിരിക്കും? ബാക്കി 7 ഇയർ ആയിരിക്കും അല്ലെ. 2021 2014 7 ഇയേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7 ഇയർ 10 months and 27 days. ഓക്കെ, ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്തിട്ട് ഈ ഡേയ്സിന്റെ മാത്രം ചെയ്തിട്ട് ഓപ്ഷനിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ ബാക്കിയൊന്നും ചെയ്യണമെന്നില്ല. ടൈം അങ്ങനെ വെറുതെ കളയണമെന്നില്ല. ഓപ്ഷനിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. നമ്മൾ മറ്റേ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പർ വലിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ലാസ്റ്റ് ഡിജിറ്റ് അതിലിട്ടോ കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ. ആ നമ്പർ അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അല്ലാതെ മൊത്തം എല്ലാ ഡിജിറ്റ്സും മൾട്ടിപ്ലൈ ചെയ്ത് നിന്ന് വെറുതെ സമയം കളയണമെന്നില്ല. കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. ബോറോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, അത്രേ ഉള്ളൂ. ബാക്കിയൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ 149 നോക്കിക്കേ. ഹൗ മെനി 2-digit numbers ആർ ദർ ഇൻ വിച്ച് ദ ഡിഫറൻസ് ഓഫ് ഡിജിറ്റ് ഈസ് 2? അല്ലെ, എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? അതായത് 2-digit നമ്പേഴ്സ്. ഓക്കെ, 2-digit നമ്പേഴ്സ് എവിടെന്നാ? 10 11 12 അങ്ങനെ പോയി എവിടെ നിന്നാ സ്റ്റോപ്പ് ചെയ്യണേ? 99 വരെയാണ് അല്ലെ. അതുവരെ 2-digit നമ്പേഴ്സ് ഉണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ രണ്ട് 2-digit നമ്പേഴ്സ്, അതില് രണ്ട് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ആ നമ്പേഴ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടായിട്ടുള്ള നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അങ്ങനെ ആയിട്ടുള്ള എത്ര 2-digit നമ്പേഴ്സ് ഉണ്ടെന്നാ ചോദിച്ചത്. ഓക്കെ, എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? അപ്പൊ ഓപ്ഷൻസിൽ തന്നെ നോക്കിക്കേ, കുറെ ഒന്നുമില്ല. 12 14 16 15 ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. ഓക്കെ, നമുക്കിത് എഴുതി നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 31 അല്ലെ. അപ്പൊ ഇതിൽ ഈ രണ്ട് ഡിജിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 3 1 രണ്ടല്ലേ വ്യത്യാസം. 3 1 പോയ 2. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇങ്ങനെ ഡിഫറൻസ് 2 കിട്ടുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എവിടുന്ന 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്പേഴ്സ് ബാക്കി എടുക്കേണ്ടത് എവിടുന്നാന്ന് നമുക്ക് നോക്കാം. എനിവേ നമ്മൾ 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഡിഫറൻസ് 2 കിട്ടണം ആണല്ലോ. അപ്പൊ 0 + 2 അടുത്ത നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. 0 2 ഒന്നായിട്ട് എടുത്തു. ഇനി ആ ഇതിനെ വേണമെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ട് എഴുതിക്കൂടെ? ഡിഫറൻസ് ആണ് പറയുന്നത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ അവിടെ നോക്കണ്ട. ഓക്കെ, 0 2 കുറച്ചാലും 0ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസും 2ഉം 0ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. മീൻസ് നിങ്ങൾ അവിടെ നെഗറ്റീവ് അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വ്യത്യാസം 2 ആണോ എന്ന് നോക്കിയാൽ മതി, രണ്ടും തമ്മിലുള്ളത്. അപ്പൊ 0ഉം 2ഉം ഓക്കെ വ്യത്യാസം 2 ആണ്. അതിനെ നേരെ റിവേഴ്സ് ചെയ്താലോ? 2ഉം 0ഉം ഇതെന്ന് നമുക്ക് എഴുതാം. അപ്പൊ 0 എന്നുള്ള ഡിജിറ്റ് നമ്മുടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ 0 to 9 വരെയുള്ള നമ്പേഴ്സാണ് എടുക്കുന്നത്. ഓക്കെ, 0 to 9 അതിനെ തിരിച്ചെഴുതിയാലും മതി. അതിനെ പിന്നെ വീണ്ടും തിരിച്ചെഴുതും. അപ്പോൾ ഈ രണ്ട് സെറ്റ് നമ്പേഴ്സ് നമുക്ക് കിട്ടില്ലേ? അടുത്ത നമ്പർ 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതായിരിക്കും? ഡിഫറൻസ് 2 വരണമെങ്കിൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 1ഉം 2ഉം 3 ആയിരിക്കും അല്ലെ. 13 എടുത്താലല്ലേ ഡിഫറൻസ് 1 വരൂ. മനസ്സിലായില്ലേ? ഇനി ഇതിനെ നേരെ റിവേഴ്സ് ചെയ്ത് നമുക്ക് എഴുതാം. 1ഉം 3ഉം എഴുതാം, 13 എഴുതാം. ഇതിനെ നേരെ റിവേഴ്സ് ചെയ്ത് 31 എന്നും എഴുതാം.
ആണല്ലോ. അപ്പൊ 1 0 എടുത്തു, 1 എടുത്തു. ഇനി അടുത്തത് ഏത് നമ്പർ എടുക്കാം? 2 എടുക്കാം. ആണല്ലോ. 2 ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു നമ്പർ ഇവിടെ കാണാണ്ട് അല്ലെ, 2 0 എന്നുള്ളത് നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. ആണല്ലോ. 2ഉം 0യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ അവിടെ ഉണ്ട്. ഇനി 4 എടുത്ത് നോക്കി. ഓക്കെ, 4 എടുത്ത് നോക്കി. 4ന്റെ ഒപ്പം ആ ഡിഫറൻസ് 2 വരണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഏതായിരിക്കും? 4ന്റെ ഒപ്പം ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് എടുക്കാം? 4ഉം 2ഉം നമുക്ക് എടുക്കാം. ഡിഫറൻസ് 2 അല്ലേ? 4ന്റെ ഒപ്പം 2 വന്നാലും 4ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് എടുത്തൂടെ? 2ഉം 4ഉം. നിങ്ങൾക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് മനസ്സിലായോ? 4ഉം 2ഉം 2ഉം 4ഉം. ഇനി അതേപോലെ ഇനി 5 എടുത്ത് നോക്കി. ഓക്കെ, 5 എടുത്താൽ ഏത് വരും? 5ഉം 3ഉം രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2 ആണല്ലോ. അതിനെ നേരെ റിവേഴ്സ് ചെയ്തിട്ട് എടുക്കാലോ. 3ഉം 5ഉം 35 എടുക്കാം, 53 എടുക്കാം. ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വരിക അല്ലെ. അടുത്തത് ഏതെടുക്കാം? 6ഉം എഴുതി നോക്കിക്കേ. അടുത്തത് ഏതെടുക്കാം? 6 ആറും 4ഉം എടുക്കാം, 4ഉം 6ഉം എടുക്കാം അല്ലെ. 6ഉം 4ഉം 6ഉം 8ഉം എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കേ. പുറത്തോട്ട് വരുമ്പോ 6ഉം 4ഉം 4ഉം 6ഉം അല്ലെ. അതേപോലെ 7ഉം 5ഉം എടുക്കാം അല്ലെ. 5ഉം 7ഉം എടുക്കാം അല്ലെ. 8ഉം 6ഉം എടുക്കാം, 6ഉം 8ഉം എടുക്കാം അല്ലെ. പിന്നെ 9ഉം 7ഉം എടുക്കാം, 7ഉം 9ഉം എടുക്കാം. ആണല്ലോ. ഇത്ര വരെയുള്ള നമ്പേഴ്സ് ഉള്ളൂ. അപ്പൊ നമ്മള് ആ 99 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇനി ഇതിൽ നമുക്ക് ഒഴിവാക്കാവുന്ന നമ്പേഴ്സ് ഉണ്ടോ? ഇത് നമുക്ക് ഒഴിവാക്കാം. 02 എന്ന് പറഞ്ഞൊരു നമ്പർ അല്ലെ. നമ്മൾ 0 ഫസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ എഴുതാറില്ല അല്ലെ. 02 എന്നുള്ള നമ്പർ നമുക്ക് ഒഴിവാക്കാം. 2 എഴുതുക നമ്മൾ 02 നല്ലല്ലോ എഴുതുക, വെറും 2 നല്ല എഴുതുക. അപ്പൊ ആ ഒരു നമ്പർ ഒഴിവാക്കാം അല്ലെ. അപ്പൊ ബാക്കി നമ്പേഴ്സ് ഏതൊക്കെ? 20, 13, 31, 42, 24, 53, 35, 64. അങ്ങനെ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ നമ്പേഴ്സ് എത്ര? 15 നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ടോട്ടൽ 15 നമ്പേഴ്സ് വരും. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ്, ആ 2 ഡിജിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാവും? മൊത്തം 15 നമ്പേഴ്സ് ഉണ്ടാവും. ഈ 02 വേണ്ട, അത് ഒഴിവാക്കാം. 2 ഒറ്റയ്ക്ക് എഴുതും നമ്മൾ, 0 ഫ്രണ്ടിൽ എടുത്തിട്ട് എഴുതില്ല. സോ അത് നമുക്ക് ഒഴിവാക്കാം. ബാക്കി ടോട്ടൽ 15 നമ്പേഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വൺ 49 നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ 150. ഓക്കെ, 150. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് ചൂസ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കിക്കേ. N and H has 2 parallel lines. N-നും H-നും 2 പാരലൽ ലൈൻസ് ഉണ്ട്. പാരലൽ ലൈൻസ് എന്താണെന്ന് അറിയാലോ? പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിമുട്ടാതെ പോകുന്ന 2 ലൈൻസ് അല്ലെ. എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും രണ്ടും തമ്മിൽ കൂട്ടിമുട്ടില്ല. അതാണ് പാരലൽ ലൈൻസ് അല്ലെ. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് N-നും H-നും 2 പാരലൽ ലൈൻസ് ഉണ്ട്. N-ന് 2 പാരലൽ ലൈൻസ് ഉണ്ട്, H-ന് 2 പാരലൽ ലൈൻസ് ഉണ്ട്. ട്രൂ ആണോ? അതെ. കാരണം രണ്ട് സൈഡിൽ എഴുതുന്നത് രണ്ട് സൈഡിൽ എഴുതുന്നത് പാരലൽ. അപ്പൊ ഇപ്പൊ N നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ ഒരു പാരലൽ ലൈൻ ഉണ്ട്, ഇതൊരു പാരലൽ ലൈൻ ആണ് അല്ലെ. H-ന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊരു പാരലൽ ലൈൻ ആണ്, ഇതൊരു പാരലൽ ലൈൻ ആണ് അല്ലെ. അപ്പൊ രണ്ടിനും 2 പാരലൽ ലൈൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ Z and M has 2 parallel lines. Z-നും M-നും 2 പാരലൽ ലൈൻസ് ഉണ്ടെന്നാ പറഞ്ഞത്. കറക്റ്റ് ആണോ? അതും കറക്റ്റ് തന്നെയാണ്. കാരണം Z-നും 2 പാരലൽ ലൈൻസ് ഉണ്ട്, Z-നും M-നും അതേപോലെ തന്നെ അല്ലെ. Z ഇങ്ങനെ എഴുതിയ ഇതും പാരലൽ ലൈൻ ആണ്. അതേപോലെ തന്നെ M-നും 2 പാരലൽ ലൈൻസ് ഉണ്ട്, ഇതും ആണല്ലോ. M-ന്റെയും കറക്റ്റ് ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സി L and T has 1 റൈറ്റ് ആംഗിൾ. L-നും T-ക്കും ഒരു റൈറ്റ് ആംഗിളേ ഉള്ളൂ എന്നാ പറഞ്ഞത്. കറക്റ്റ് ആണോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിപ്പോ L and T has only 1 റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ നമ്മൾ അത് ഒരു റൈറ്റ് ആംഗിൾ എന്നുള്ള എടുക്കേണ്ട ആവശ്യമുള്ളൂ? ഓൺലി 1 റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോ അല്ല, L and T has only 1 റൈറ്റ് ആംഗിൾ പറയുമ്പോൾ മാത്രമല്ലേ നമുക്കിപ്പോ 2 റൈറ്റ് ആംഗിൾ കിട്ടും. 1 റൈറ്റ് ആംഗിൾ അങ്ങനെ വേണമെങ്കിൽ, അപ്പൊ അങ്ങനെ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി കൂടി നോക്കാം. എന്നിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ സിയിലോട്ട് എത്താം, ഡൗട്ട് വരികയാണെങ്കിൽ അല്ലെ. ശരിക്കും അവിടെ ഓൺലി 1 റൈറ്റ് ആംഗിൾ എന്ന് ശരിക്കും സ്പെസിഫൈ ചെയ്യണം ക്വസ്റ്റ്യനിൽ. കാരണം ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്, അത് കറക്റ്റ് ആണ്. ടീയുടെ നമ്മൾ അങ്ങനെ
അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ. രണ്ട് റൈറ്റ് ആംഗിൾ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ അങ്ങനെ ഇവിടെ നമുക്ക് തന്നിട്ടില്ല. ഡൗട്ട് വരികയാണെങ്കിൽ അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണും കൂടി കൺസിഡർ ചെയ്തിട്ട് ഏതാണ് എലിമിനേറ്റ് തെറ്റായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ ഇനി വേണമെങ്കിൽ ഡി നോക്കിക്കോ. സെഡ് ആൻഡ് എൻ ഹാസ് 2 അക്യൂട്ട് ആംഗിൾസ് എന്താ പറഞ്ഞത്? സെഡിനും എന്നിനും 2 അക്യൂട്ട് ആംഗിൾസ് ഉണ്ടെന്നാ പറഞ്ഞത്. കറക്റ്റ് ആണോ? സെഡ് ആൻഡ് എൻ. അതെ, കാരണം ഇവിടെ ഒരു അക്യൂട്ട് ആംഗിൾ, അല്ലെ, ലെസ് ദാൻ 90 ഡിഗ്രി. അക്യൂട്ട് ആംഗിൾ എന്താ? ലെസ് ദാൻ 90 ഡിഗ്രി, അല്ലെ. ഇനി എന്നെ എഴുതുമ്പോഴും അതേപോലെ തന്നെ 2 അക്യൂട്ട് ആംഗിൾ ഇവിടെയും, അല്ലെ. അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ? സി ആണ്, അല്ലെ. സി ആയിരിക്കും തെറ്റ്. ഇവിടെ സിയിൽ പറഞ്ഞിട്ടുള്ളത് എൽ ആൻഡ് ടി ഹാസ് 1 റൈറ്റ് ആംഗിൾ എന്നാ പറഞ്ഞത്. എല്ലിനും ടിക്കും ഒരു റൈറ്റ് ആംഗിൾ ആണെന്നാ പറഞ്ഞത്. എല്ലിന് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. ടിയുടെ കേസിൽ ശരിക്കും 2 റൈറ്റ് ആംഗിൾ വരും. അതായത് ഇതൊരു റൈറ്റ് ആംഗിൾ അല്ല ഈ ടോപ്പിൽ വരുന്നത്, ഇതൊരു 90 ഡിഗ്രി വരും, പിന്നെ ഇവിടെ ഒരു 90 ഡിഗ്രി വരും. അപ്പൊ ശരിക്കും 2 റൈറ്റ് ആംഗിൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ 151 നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഇൻ എ സ്ക്വയർ നമ്പർ ഓഫ് ലൈൻ ഓർ ലൈൻസ് ഓഫ് സിമ്മട്രി ഈസ് ഓർ ആർ. എത്ര ലൈൻസ് ഓഫ് സിമ്മട്രി ഉണ്ടെന്നാ ചോദിച്ചത്? 2, 4, 1, 6. എന്താ ലൈൻസ് ഓഫ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഷേപ്പ്, ഓക്കെ, അതിനെ 2 ഐഡന്റിക്കൽ ഹാഫ്സ് ആക്കുന്ന ഒരു ലൈൻ. ഓക്കെ, ഇപ്പൊ അതായത് ഇപ്പോ എ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിനെ ഒരു ലൈന് വെച്ച് നമ്മൾ കറക്റ്റ് 2 ആക്കും. അതായത് 2 വശവും സെയിം ഒരേപോലെ വരുന്ന പോലെ ഐഡന്റിക്കൽ ഹാഫ്സ് ആക്കും. ഈ എനെ ഇങ്ങനെ ഞാനൊരു ലൈൻ വരച്ചു. ഈ ഒരു സൈഡും ഈ ഒരു സൈഡും സെയിം സാധനമല്ലേ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള. ഇത് ഇതിന്റെ ലൈൻ ഓഫ് സിമ്മട്രി ആണെന്ന് നമുക്ക് പറയാം. അതായത് രണ്ടും ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ നമുക്ക് ഭാഗിക്കാൻ പറ്റുന്ന ഒരു ലൈൻ. ഇതേ എനെ ഞാൻ ഇങ്ങനെ ഭാഗിച്ചു. അപ്പൊ ഈ മുകളിലും താഴെ എന്ന് പറയുന്നത് ഒരേപോലത്തെ സാധനം അല്ലല്ലോ, വ്യത്യാസമുള്ള ഷേപ്സാ നമുക്ക് കിട്ടി. അപ്പൊ ഇത് ലൈൻ ഓഫ് സിമ്മട്രി ആയിട്ട് വരില്ല. ഓക്കെ, സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സിമ്മട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ബിയുടെ കേസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭാഗിക്കും ബീനെ, അല്ലെ. അപ്പൊ 2 മുകളിലും താഴെയും എന്താണ്? കറക്റ്റ് സെയിം ഷേപ്സാ വരുന്നത്, ലൈൻ ഓഫ് സിമ്മട്രി ആണ്, അല്ലെ. ഒരേപോലെ സെയിം സാധനങ്ങളാ വരുന്നത്, ടു ഐഡന്റിക്കൽ ഹാഫ്സാ വരുന്നത്. അതേ ഇനി ബീനെ ഇങ്ങനെയൊന്നും ഭാഗിച്ചാലും അതേപോലെ തന്നെ ഇങ്ങനെ ഭാഗിച്ചാലും ഒന്നും സെയിം ഐഡന്റിക്കൽ ഷേപ്സ് അവിടെ നമുക്ക് കിട്ടില്ല, അല്ലെ. 2 ഹാഫ്സ് സെയിം ആയി കിട്ടില്ല. അത് അതിന്റെ ലൈൻ ഓഫ് സിമ്മട്രി അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ലൈൻ ഓഫ് സിമ്മട്രി എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ഇപ്പൊ ഏത് ഫിഗർ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു ഇപ്പൊ നമ്മൾ ഈ പൂമ്പാറ്റയുടെ ഒക്കെ ഫിഗർ നമ്മൾ പറയില്ലേ, ഇങ്ങനെ നടുവെന്ന് ഭാഗിച്ചാലാണ് ഇതിനെ 2 ഐഡന്റിക്കൽ ഹാഫ്സ് ആക്കിയിട്ട് വെക്കാം. ഈ ഒരു സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഐഡന്റിക്കൽ ഹാഫ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ സ്ക്വയർ, അല്ലെ, എല്ലാ സൈഡ്സും ഈക്വൽ ആ സ്ക്വയറിന്. ഈ സ്ക്വയറിന് ഇങ്ങനെ എത്ര ലൈൻസ്, മീൻസ് അതിനെ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പാകത്തിൽ എത്ര ലൈൻസ് വരയ്ക്കാൻ പറ്റുന്ന ചോദിച്ചത്. എത്ര എണ്ണം പറ്റുന്നുണ്ടാവും? 4 ആയിരിക്കും. ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം, ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം, അല്ലെ. പിന്നെ ഇതിന്റെ ഈ ഡയഗണലിൽ നമുക്ക് 2 എണ്ണം വരച്ചൂടെ? ഇങ്ങനെ ആണല്ലോ. അപ്പൊ മൊത്തം എത്ര ലൈൻസ് വരയ്ക്കാം? 4 ലൈൻസ് വരയ്ക്കാം, അല്ലെ. സ്ക്വയറിന് 4 ലൈൻസ് വരയ്ക്കാം. എന്നാ ചോക്കട്ടെ, റെക്ടാംഗിളിന് എത്ര ലൈൻസ്, ലൈൻ ഓഫ് സിമ്മട്രി വരയ്ക്കാം റെക്ടാംഗിളിന്? റെക്ടാംഗിളിന് 4 ആണോ? പക്ഷെ ഒരുമിച്ച് ഒരേ ടൈമിൽ സിമ്മട്രി ആവണമെന്നില്ലല്ലോ. നമ്മള് 2 ഡയഗണല് പിന്നെ 1 തിരിച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 4 വരില്ലേ? ഒരേ ടൈമിൽ സിമ്മട്രി വരുന്നതാണോ ഓരോരോ കട്ട് ചെയ്തിട്ട് സിമ്മട്രി വരുന്നതാണോ? കട്ട് ചെയ്തിട്ടല്ല, അറ്റേ ടൈമില്. അതായത് നമ്മൾ 4 എണ്ണം വരയ്ക്കുമ്പോ ഇപ്പൊ ഈ ഇതിനെ നിങ്ങൾ ഇങ്ങനെ ഓക്കെ, അല്ലെ. റെക്ടാംഗിളിന്റെ കേസിൽ അങ്ങനെ ഓക്കെ. ഈ ഡയഗണൽ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഇത് 2 ഐഡന്റിക്കൽ ഹാഫ്സ് ആണോ? അല്ല, റെക്ടാംഗിളിന്റെ കോർണർ ടു കോർണർ അത് ഐഡന്റിക്കൽ തന്നെയല്ലേ? ഞാൻ ചോദിച്ചു, നമ്മുടെ റെക്ടാംഗിൾ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ഹാഫ്സ്, ലൈൻ ഓഫ് സിമ്മട്രി എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ. ഈ റെക്ടാംഗിളിന്റെ ലൈൻ ഓഫ് സിമ്മട്രി എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതിൽ വെർട്ടിക്കൽ ലൈനും വരയ്ക്കാം, ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കാം, ഇനി മിഡ് പോയിന്റ്സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും, അല്ലെ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ലൈൻ ഓഫ് സിമ്മട്രി ആക്കാൻ പറ്റും. പക്ഷെ അതിലാ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ 2 സാധനങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മളിപ്പോ ഫോൾഡ് ചെയ്താ മീൻസ് 2 മാച്ച് ആയിട്ട് വരില്ലല്ലോ. ഈ സാധനം ഞാൻ എന്താ പറയുന്നത്, ഇതിപ്പോ ഈ റെക്ടാംഗിളിനെ ഇങ്ങനെ കോണോട് മടക്കിയാൽ ഇത് രണ്ടും എന്താ പറയാ ഓവർലാപ്പ് ചെയ്തിട്ട് മീൻസ് കറക്റ്റ് അത് ആയിട്ട് വരില്ലല്ലോ. അത് അപ്പോ ലൈൻസ് ഓഫ് സിമ്മട്രി അവിടെ വരില്ല. ഇപ്പൊ ഈ സ്ക്വയറിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ മടക്കിയാലും ഈ ലൈൻ ഓഫ് സിമ്മട്രിയിലും ഈ ലൈൻ ഓഫ് സിമ്മട്രിയിലും കോണിൽ മടക്കിയാലും എല്ലാം അത് കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കില്ലേ, പെർഫെക്റ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കില്ലേ? പക്ഷെ മറ്റേതിൽ ഇരിക്കില്ല.
ഏതില്? നമ്മുടെ ഓക്കെ. റെക്ടാങ്കിളിൽ ഇരിക്കില്ല. മിസ് ഓക്കെ, അപ്പൊ അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഡൗട്ട് ഈ ആ സ്ക്വയറിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയതാ, ഈ ആ ആ ഹെക്സഗൺ ആണെങ്കിൽ ഇപ്പൊ 6 ലൈൻ ഓഫ് സിമെട്രി ആണ് വരിക, കാരണം സെൻട്രലിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് 6 ലൈൻ വരയ്ക്കാൻ പറ്റില്ലേ? ഏതില്? ഹെക്സഗണില് നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആ എടുക്കാൻ പറ്റില്ലേ? ആ അപ്പൊ ആ ഇതിന്റെ ആ ത്രികോണം എടുക്കാൻ അപ്പൊ പറ്റില്ലേ? ഇതില് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുമെന്ന് നോക്കുമ്പോൾ ഇതിനെ ഡയഗണലിൽ കൂടെ നമ്മൾ മടക്കുമ്പോൾ കറക്റ്റ് വരില്ല. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പൊതുവെ പറയാ 2 ലൈൻ ഓഫ് സിമെട്രി എന്നാണ് പറയാ റെക്ടാങ്കിളിന്റെ കേസിൽ. ഓക്കെ, ഓക്കെ, താങ്ക്സ്. ഓവർലാപ്പ് ചെയ്തിരിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 152. ഓക്കെ, നോക്കിക്കേ. Suganya bought 6 pairs of canvas shoes. She also purchased tracing paper, spray, paints, colors, fabric pens, etc. for rupees 490. അല്ലെ? She decorated canvas shoes with the above and sold them at 630 per pair. If she made a profit of rupees 878, then cost price of one canvas pair of shoes was. അല്ലെ? അതായത് ഒരു 6 പെയർ ഓഫ് ക്യാൻവാസ് ഷൂസ് വാങ്ങിയിട്ടുണ്ട് സുകന്യ, അല്ലെ? 6 പെയേഴ്സ്. അപ്പൊ വാങ്ങിയ എമൗണ്ട് എത്രയെന്നൊന്നും പറയുന്നില്ല. എന്നിട്ട് അതിന്റെ ഒപ്പം കുറച്ച് ട്രേസിംഗ് പേപ്പർ, സ്പ്രേ, പെയിന്റ്, ഈ സംഭവങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് ആ ഷൂവിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? സെൽ ചെയ്തു. അല്ലെ? ആ ഡെക്കറേഷൻ ഐറ്റംസിന് എല്ലാറ്റിനും കൂടി 490 റുപ്പീസ് ആയി. അല്ലെ? അപ്പോ ഒരു 6 പേർ ഷൂ വാങ്ങി, ഒരു 490 റുപ്പീസിന് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അത് വെച്ചിട്ട് ആ ഷൂവിനെ സെറ്റാക്കി ചെയ്തു. അല്ലെ? എന്നിട്ട് സെൽ ചെയ്ത എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ? സെൽ ചെയ്തത് എത്രയാ? 630 പെർ പെയർ. 6 പെയേഴ്സ് ടോട്ടൽ ഉണ്ടായിരുന്നു. ഒരു പെയറിന് 630 രൂപ വെച്ചിട്ട് ഈ 6 പെയേഴ്സ് സെൽ ചെയ്തു. അല്ലെ? അങ്ങനെ സെൽ ചെയ്തപ്പോ മൊത്തത്തിൽ ഒരു 878 റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഒരു 878 റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാ ചോദിച്ചത്. അതായത് ആ 6 പെയർ ഓഫ് ഷൂസ് വാങ്ങിയിട്ടുണ്ടല്ലോ. കോസ്റ്റ് പ്രൈസ് എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലെ? വാങ്ങിയിട്ടുണ്ടല്ലോ ആ ഷൂസ്. സോ അത് എത്ര റുപ്പീസിനാവും വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അല്ലെ? അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസും ടോട്ടൽ സെല്ലിംഗ് പ്രൈസും നമുക്ക് ഇവിടെ അറിയണം. അല്ലെ? പിന്നെ അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ പ്രോഫിറ്റ് എന്ന് നമുക്കറിയാം. ആ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 878 ആണ്. ആണല്ലോ? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും അതിന് രണ്ടിന്റെയും കൂടി ഡിഫറൻസ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ പ്രോഫിറ്റ്. അല്ലെ? അപ്പോ സെല് ചെയ്തത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 630 പെർ പെയർ. അങ്ങനെ എത്ര പെയറാ ടോട്ടൽ? 6 പെയറാണ്. അല്ലെ? ഒരു പെയറിന് 630 ആണ്. അല്ലെ? 1 പെയറിനാണ് 630. അങ്ങനെ എത്ര പെയർ സെല് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞേ? 6 പെയർ സെല് ചെയ്തിട്ടുണ്ട്. ഒരു പെയറിന് 630 വെച്ചിട്ട് 6 പെയേഴ്സ് സെല് ചെയ്തപ്പോ എത്ര റുപ്പീസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ടുണ്ടാവും? സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3780. 3780. അല്ലെ? 3780 റുപ്പീസ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3780. ഇനി കോസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ഷൂവിന്റെ പ്രൈസ് നമുക്ക് തന്നിട്ടില്ല. അല്ലെ? അങ്ങനെയാണെങ്കിൽ 6 ഷൂസിന്റെ പ്രൈസ് നമുക്ക് നോക്കാം. പക്ഷെ ഒരെണ്ണത്തിന്റെ ഷൂവിന്റെ പ്രൈസ് നമുക്ക് തന്നിട്ടില്ല. സപ്പോസ് 1 പെയർ, ഒരു പെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തു. ഒരു പെയർ ഓഫ് ഷൂസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 6 പെയറിന്റെ പ്രൈസ് എത്രയായിരിക്കും? 6 പെയറിന്, ഒരു പെയറിന് എക്സ് വെച്ചിട്ട് 6 പെയറിന് 6 ഇൻറ്റു എക്സ്. അല്ലെ? ഒരു പെയറിന് 10 ആണെങ്കിൽ 6 എത്ര ആവും? 6 ഇൻറ്റു 10 അല്ലേ? അതേപോലെ ഒരു പെയറിന് എക്സ് ആണെങ്കിൽ 6 6 ഇൻറ്റു എക്സ് അഥവാ RX എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഒരു പെയറിന് എക്സ് ആണെങ്കിൽ 6 പെയറിന് RX. ഇനി ഇതിന്റെ ഒപ്പം ഇത് മാത്രമല്ല കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഷൂവിന്റെ പ്രൈസ് ഒരു 6x, അത് അവിടെ നിൽക്കട്ടെ. പ്ലസ് അതിന്റെ ഒപ്പം കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും കൂടി വാങ്ങിയിട്ടുണ്ട്. അല്ലെ? അതും കൂടി ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് മൊത്തം ചെലവായത് എത്രയാ? ഷൂ വാങ്ങിയ പ്രൈസ് പ്ലസ് അതിന്റെ ഒപ്പം എന്ത് ചെയ്തു? കുറെ ഡെക്കറേറ്റീവ് ഐറ്റംസും കൂടി വാങ്ങിയിട്ടുണ്ട്. അല്ലെ? അത് മൊത്തത്തിലാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ RXന്റെ ഒപ്പം ആ ഡെക്കറേറ്റീവ് ഐറ്റംസിനൊക്കെ കൂടി എത്ര റുപ്പീസ് ആയിട്ടുണ്ട് എന്നാ ക്വസ്റ്റ്യനിൽ പറയുന്നത്? 490 റുപ്പീസ്. അല്ലെ? ഇതിന്റെ ഒപ്പം ഒരു 490 റുപ്പീസും കൂടി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഇവിടെ ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് അവിടെ ഉണ്ട്. ആണല്ലോ? ഇവിടെ പ്രോഫിറ്റാ കിട്ടിയത്. അല്ലെ? സെല് ചെയ്തപ്പോൾ പ്രോഫിറ്റാ കിട്ടിയത്. അതായത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നിന്ന് നമ്മുടെ കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുള്ള 878 രൂപ കിട്ടും. ആണല്ലോ? സെല് ചെയ്തത് ഒരു പൈസക്കാണ്, കൂട്ടിയിട്ടാണ് സെല് ചെയ്തിട്ടുള്ളത്. അതിന്ന് നമ്മുടെ കോസ്റ്റ് പ്രൈസ്, ആ ചെലവായത് എത്രയാണോ അത് കുറച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അല്ലെ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണെന്ന് അറിയാം. ആണല്ലോ? സെല്ലിംഗ് പ്രൈസ് നമുക്ക്
എത്രയായിരുന്നു? 3780 അല്ലെ? 3780. അതിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 6x + 490 എന്ന് പറയുന്നതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഇത് ഒന്നിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഓക്കെ, 6x + 490. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുള്ള 878 അല്ലെ? സബ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുള്ള 878 റുപ്പീസ് നമുക്ക് കിട്ടും. ഓക്കെ, 878 റുപ്പീസ് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേ വേണ്ടൂ. ആണല്ലോ. ഈ മൈനസ് അല്ലെ, ബ്രാക്കറ്റിന്റെ പുറത്താണ് നെഗറ്റീവ്, ആ മൈനസ് സൈൻ വന്ന് അതിനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കുക. സോ 3780 മൈനസ് 6x, ഈ മൈനസും പ്ലസും കൂടി വീണ്ടും മൈനസ് 490 എന്നാവും. ഓക്കെ, ഈക്വൽ ടു 878 എന്ന് കിട്ടും. ആണല്ലോ. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തിട്ട് എന്ത് വേണം? സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്ന് എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ സോൾവ് ചെയ്തിട്ട്. കിട്ടി. ഇനി ജസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നമ്പേഴ്സിന് ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നമ്പേഴ്സ് ഒക്കെ അപ്പുറത്തോട്ട് പോയാൽ ലെഫ്റ്റിൽ എക്സ് മാത്രം, എക്സിന്റെ വാല്യൂ കിട്ടും അല്ലെ? അങ്ങനെയാണ് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കി, എക്സിന്റെ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 402 ആണ് എക്സിന്റെ വാല്യൂ. യെസ്, താങ്ക്സ്. കിട്ടുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടി. ഓക്കെ, പിന്നെ ജസ്റ്റ് നമ്പേഴ്സിനെ എന്ത് ചെയ്താൽ മതി? ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? അപ്പോൾ 3780 മൈനസ് 6x മൈനസ് 490 ഈക്വൽ ടു 878 എന്ന് നമ്മുടെ ഇക്വേഷനിലുണ്ട്. ഇവിടെ ഈ 878 എന്ന് പറയുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ 3780 490 സബ്ട്രാക്ട് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3290 അല്ലെ? മൈനസ് 6x ഇസ് ഈക്വൽ ടു 878 എന്ന് വരും. ദെൻ ഈ 878നെ ജസ്റ്റ് എന്ത് ചെയ്യും? ഈ നെക്സ്റ്റ് നമ്പർ ആയിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും അല്ലെ? ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും അല്ലെ? അവിടുന്ന് നമുക്ക് 6x ഇസ് ഈക്വൽ ടു എന്ത് വരും? രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2412 കിട്ടും. അതിന് നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 402 കിട്ടും അല്ലെ? ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു പെയർ ഓഫ് ഷൂവിന്റെ പ്രൈസ് ആയിരുന്നു, ഒരു പെയറിന്റെ പ്രൈസ് ആയിരുന്നു എക്സ് എന്ന് പറയുന്നത് അല്ലെ? എക്സ് എന്ന് പറയുന്നത് ഒരു പെയർ, അതിന്റെ അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോസ്റ്റ് പ്രൈസ് ഒരു ക്യാൻവാസ് പെയറിന്റെ ഒരു ഷൂസിന്റെ പ്രൈസ് എത്രയായിരുന്നു എന്നായിരുന്നു അല്ലെ? അപ്പോ എത്രയായിരുന്നു? 400 ഓക്കെ, 1 ക്യാൻവാസ് പെയർ ഓഫ് ഷൂസ് അല്ലെ? ഒരു ഷൂസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ക്യാൻവാസ് ഷൂസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 402. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 153. If a number is divided by 236, its quotient is 412 and remainder is 80, then the number is അല്ലെ? അതായത് ഒരു നമ്പറിനെ 236 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് എന്ന് പറയുന്നത് 412ഉം റിമൈൻഡർ എന്ന് പറയുന്നത് 18 ആണെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ ഏതാണെന്നാ ചോദിച്ചത് അല്ലെ? അപ്പോ നമ്മുടെ നമ്പർ, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. അപ്പൊ ഈ ഡിവിഡൻഡും ഡിവൈസറും റിമൈൻഡറും ഒക്കെ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ 10/4 അല്ലെ? ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 2 കിട്ടും. 4 × 2 8, ബാക്കി 2 അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലെ? 10 ആണ് നമ്മുടെ ഡിവിഡൻഡ്, ഈ 4 ആണ് നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത് അല്ലെ? ഇതാണ് നമ്മുടെ കോഷ്യന്റ്. നമുക്ക് കിട്ടിയ ആൻസർ കോഷ്യന്റും ഈ താഴെ കിട്ടുന്ന സാധനമാണ് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഇതിനുള്ള ഈ ഡിവിഡൻഡ് ഈക്വൽ ടു, ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഡിവൈസർ അല്ലെ? നമ്മുടെ ഡിവൈസർ ഇൻറ്റു ഡിവൈസറിനെ നമ്മുടെ കോഷ്യന്റ്, നമുക്ക് കിട്ടിയ ആൻസർ കോഷ്യന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്
അതിന്റെ ഒപ്പം റിമൈൻഡർ ആഡ് ചെയ്തതായിരിക്കും നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസറിനെ നമ്മുടെ കോഷ്യന്റ് ആയി മൾട്ടിപ്ലൈ ചെയ്ത് റിമൈൻഡർ ആഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇതിൽ നമുക്ക് ഇപ്പൊ ഈ 10 എന്ന് പറയുന്നത് 4 × 2 8ഉം അതിന്റെ ഒപ്പം ഈ 2 ആഡ് ചെയ്തതാണ് 10 ആണല്ലോ. 4 × 2 മുകളിലുള്ള ഇത് 2 മൾട്ടിപ്ലൈ ചെയ്തു. 4 × 2 8, 8 + 2 ആണ് 10 വരുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ നമുക്ക് തന്നത് എക്സ് എന്ന് പറഞ്ഞ ഏതോ ഒരു നമ്പർ ഉണ്ട് അല്ലെ, അതിനെ നമ്മൾ 236 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 412 കിട്ടും. റിമൈൻഡർ എന്ന് വരുന്നത് 18 ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഏതായിരിക്കും? നമ്മുടെ ഡിവൈസർ ഏതാ? ഡിവൈസർ 236. അതിനെ നമ്മൾ കോഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കോഷ്യന്റ് ഏതാ? 412 നമ്മുടെ കോഷ്യന്റ്. പ്ലസ് നമ്മുടെ റിമൈൻഡർ ആഡ് ചെയ്താ 18 ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഡിവിഡൻഡ് കിട്ടും, അതായത് നമ്മുടെ നമ്പർ കിട്ടും. ഓക്കെ, സോ ഡിവിഡൻഡും ഡിവൈസറും കോഷ്യന്റ് തമ്മിലുള്ള ഈ ഒരു റിലേഷൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ്. ഓക്കെ, ഇതിന് ആ ഡിവൈസറിലും കോഷ്യന്റിലും റിമൈൻഡറിലും എന്ത് ചെയ്യുക? ജസ്റ്റ് ആൻസേഴ്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ എന്താ വരുന്ന ആൻസർ? 97,250 മിസ്. അതെ, 97,250. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഡിജിറ്റ് എല്ലാത്തിലും 0 തന്നെയാണ്. കിട്ടുന്നുണ്ടോ പറഞ്ഞേ? കിട്ടുന്നുണ്ടോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നുണ്ടോ? കിട്ടി വേണം, കിട്ടി. 97250 അല്ലെ, 97,250 നമ്മുടെ ഓപ്ഷൻ ഡി അല്ലെ. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ 154 ആണ് അടുത്തത്. ഓക്കെ, ഇൻ എ ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് 60% ഓഫ് ദ സ്റ്റുഡൻസ് ആർ ടോളർ ദാൻ 1.2 മീറ്റർ. ദെൻ ദ നമ്പർ ഓഫ് ഷോർട്ടർ ഹൈറ്റ് സ്റ്റുഡൻസ് ആർ. അല്ലെ, ഒരു 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 60% സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 1.2 മീറ്ററിനേക്കാളും ഉയരമുള്ളവരാണ്. അല്ലെ, ഉയരമുള്ളവരാണ് 60%. 1.2 മീറ്ററിനേക്കാളും ഉയരമുള്ളവരാണ്. പിന്നെ ബാക്കിയുള്ള അങ്ങനെയാണെങ്കിൽ ആ ഷോർട്ടർ ഹൈറ്റ് കുറവുള്ള ആ സ്റ്റുഡൻസിന്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 60% എന്ന് പറയുന്നത് ഹൈറ്റ് ഉള്ളവര് കൂടിയവരാണെങ്കിൽ എത്ര ശതമാനമായിരിക്കും ഹൈറ്റ് കുറഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവുന്നത്? 40%. അല്ലെ, മൊത്തത്തിൽ 100% അല്ലേ നമ്മൾ പറയാ. 60% ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവര് ബാക്കി 40% ആയിരിക്കും. അല്ലെ, അപ്പൊ മൊത്തം സ്റ്റുഡൻസ് 40 സ്റ്റുഡൻസ് ആണ് മൊത്തം ഉള്ളത്. അതില് ഹൈറ്റ് കുറഞ്ഞവരുള്ളത് എത്രയാ? 40%. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? 40ന്റെ 40% എത്രയാണ്? 40% ഓഫ് 40 എത്രയാ? 40% ഓഫ് 40 16. 16 അല്ലെ. 40% ഓഫ് 40 എന്ന് പറഞ്ഞാൽ 16 അല്ലെ. 40% ഓഫ് 40 ആണ് നമുക്ക് കാണേണ്ടത്. സോ 40 മൊത്തത്തിൽ 40 അതിന്റെ 40% എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 40%. 40%നെ നമുക്ക് എങ്ങനെ എഴുതാം? 40 ഇൻറ്റു 40/100. മൊത്തം 100 അതിന്റെ 40 അല്ലെ. അപ്പോ സബ്ട്രാക്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 × 4 16 വരും. ഓക്കെ, അപ്പൊ മൊത്തം 40 അതിന്റെ 40 സ്റ്റുഡൻസിന്റെ 40% ആണ്. ടോട്ടൽ സ്റ്റുഡൻസ് ഉള്ള 40ന്റെ 40% എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 40/100 കട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. 16 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 154 ആണ് ഇപ്പൊ ചെയ്തത്. നെക്സ്റ്റ് 155 നോക്കിക്കേ. The petrol tank of a car holds 54 liter of petrol.
On a trip, 18 liter 385 milliliter petrol was used while going and 16 liter 10 milliliter while returning. Petrol left in the car is. അപ്പൊ മൊത്തത്തിൽ 54 ലിറ്റർ ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഒരു 18 ലിറ്റർ 345 മില്ലി ലിറ്റർ യൂസ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഒരു 16 ലിറ്റർ 10 മില്ലി ലിറ്ററും യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഇനി നമ്മുടെ കാറിൽ ബാക്കി എത്ര പെട്രോൾ ഉണ്ടെന്നാ നോക്കണ്ടേ. ഓക്കെ, അപ്പോ ഈ ലിറ്റർ മില്ലി ലിറ്റർ ഇങ്ങനെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഒരു തെറ്റാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഈ ആഡ് ചെയ്യുന്ന ഒരു സമയത്ത് എല്ലാവരും ഇല്ല, ഈ പ്ലേസ് വാല്യൂ എഴുതുന്ന ഒരു സമയത്ത് ഈ 10 ഒക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ 34ന്റെ താഴെ എഴുതുക. അങ്ങനെയാണ് മാറാനുള്ളൊരു ആൻസർ മാറിപ്പോകാൻ ഉള്ള ആകൊരു ഇതെന്ന് പറയുന്നത്. അതല്ലാതെ ഇത് വളരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇത്ര കിലോമീറ്റർ ആൻഡ് മീറ്റർ ലെങ്ത്തിന്റെ കേസിലും വേണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സോ ഇതില് നമുക്ക് ടോട്ടൽ ആദ്യം എത്ര ലിറ്റർ പെട്രോൾ യൂസ് ചെയ്തു എന്നുള്ളത് വേണം അല്ലെ. ടോട്ടൽ ഇവിടെ എത്ര ലിറ്റർ പെട്രോൾ യൂസ് ചെയ്തു എന്നുള്ളത് വേണം. എന്നിട്ട് ആ യൂസ് ചെയ്ത പെട്രോൾ മൊത്തത്തിൽ എത്ര പെട്രോൾ ഉണ്ടായിരുന്നു? 54 ലിറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും ആണല്ലോ. അപ്പോൾ ലിറ്റർ ആൻഡ് മില്ലി ലിറ്റർ തമ്മിലുള്ള റിലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇത് കുറച്ച് ഇതിന് ബുദ്ധിമുട്ടുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ തെറ്റിക്കാനുള്ള ചാൻസ് ഉള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ് ആണല്ലോ. ഇപ്പൊ നമുക്ക് 2 ലിറ്റർ 283 മില്ലി ലിറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ എന്ന് വിചാരിച്ചോ. ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ. 2 ലിറ്റർ 283 മില്ലി ലിറ്റർ. ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 2 ലിറ്ററിനെ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാൻ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഇവിടുന്ന് 1000 1 ആക്കാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ആ ചെയ്യുന്നത് അല്ലെ. 2 ലിറ്റർ അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ 283 മില്ലി ലിറ്ററിനെ നമ്മൾ ഒരു 1000 കൊണ്ട് ഹരിക്കും അല്ലെ. അപ്പൊ ഇതിനെ 3 ഡിജിറ്റ്സ് മാറ്റി പോയിന്റ് ഇട്ടാൽ ഇവിടെ വരും. അതായത് 2.283 ലിറ്റർ എന്ന് നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, 2.283 ലിറ്റർ. ഇനി ഒരു 2 ലിറ്റർ 33 മില്ലി ലിറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിനെ 2.33 എന്ന് എഴുതരുത്. ഓക്കെ, അതായത് 2 ലിറ്റർ മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ടാക്കാൻ ഓക്കെ, ഈ കൺവേർഷൻസ് ഒക്കെ മാറി പോകുമ്പോൾ ഈ ഒരു സാധനം പഠിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം അല്ലെ. 1000നെ 1 ആക്കണം. അപ്പൊ എന്താ? 1000 കൊണ്ട് ഹരിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടോ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 1 1000 പോകണം. അപ്പൊ ഒരു 1000 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി 2 ലിറ്റർ 33 മില്ലി ലിറ്റർ അല്ലെ. 2 ലിറ്റർ അതുപോലെ എഴുതി. 33 മില്ലി ലിറ്ററിനെ നമ്മൾ ലിറ്ററിലോട്ടാക്കും. ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. 33നെ 1000 കൊണ്ട് ഹരിച്ച 3 സീറോസ് ഉണ്ട്. അപ്പൊ 3 സ്ഥലം കഴിഞ്ഞിട്ടാണ്, 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ആഡ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കിക്കേ. 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, മൂന്നാമത്തെ ഒരു ഡിജിറ്റ് ഇവിടെ ഇല്ല. അപ്പൊ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പോയിന്റ് ഇട്ടു. ഇവിടെ വരുന്നത് 2.033 ലിറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതേ 2 ലിറ്ററും ഒരു 3 മില്ലി ലിറ്ററും ആണെന്ന് വിചാരിച്ചോ. ഇതിനെ നമ്മൾ പോയിന്റിലോട്ട് എഴുതുമ്പോൾ 2 ലിറ്റർ അവിടെ തന്നെ ഇരിക്കട്ടെ. 3/1000 വരും അല്ലെ. അപ്പൊ 3 പ്ലേസ് കഴിഞ്ഞിട്ടാ പോയിന്റ് ഇടുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, അടുത്ത പ്ലേസ് ഇല്ല, 0.2, അടുത്ത പ്ലേസും ഇല്ല, 0.2. അപ്പോ എന്നിട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടുന്നത്. അപ്പൊ ഇതിന് വരുന്ന 2.003 ലിറ്റർ. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ 2 ഇത് എഴുതുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 2.283 എന്ന് എഴുതും. ഇത് എഴുതുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ 2.33 എന്ന് എഴുതും. അങ്ങനെ എഴുതരുത്, അത് തെറ്റാണ്. ഇവിടെ ഒരു 0 ഉണ്ട്. ഓക്കെ, ഇവിടെ എഴുതുമ്പോഴോ 2.3 അല്ല, അത് 2.003 ലിറ്റർ. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ ഡെസിമലിലോട്ട് എഴുതാൻ ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ക്ലിയർ ആവാത്തവരുണ്ടോ? ഈ ഒരു കാര്യം മനസ്സിലായി? ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? മൊത്തം യൂസ് ചെയ്ത പെട്രോൾ അല്ലെ. എത്രയാ യൂസ് ചെയ്ത പെട്രോൾ എന്ന് പറയുന്നത്? പറഞ്ഞിട്ടുള്ളത് എത്രയാ? 18.345 16.10 അല്ലെ. 16.10 18 ഓക്കെ, ആഡ് ചെയ്ത് നോക്കിക്കോ. 16.10 അല്ല, കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം അല്ലെ. 18 ലിറ്ററും 345 മില്ലി ലിറ്റർ പ്ലസ് 16 ലിറ്റർ 10 മില്ലി ലിറ്റർ ആഡ് ചെയ്ത് നോക്കുമ്പോ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് മൊത്തം യൂസ് ചെയ്തത് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ആ 54 ലിറ്ററിന് അത് കുറച്ചാൽ മതി. ഓപ്ഷൻ സി 19,600. യെസ്, അതെ, കറക്റ്റ്.
കിട്ടിയവരൊന്ന് പറയണേ. സമ്മ കിട്ടിയോ? ടോട്ടൽ എത്ര യൂസ് ചെയ്തു എന്നുള്ളത് കിട്ടിയോ? കിട്ടി 34355. ആ യെസ്. $34.355. 54 19.645. 645. നോക്കിയിട്ട് മിസ്റ്റേക്ക് ഒന്നുണ്ടാവും. ഇവിടെ ആഡ് ചെയ്തത് ഈ രണ്ടെണ്ണല്ലേ, 01 അല്ലേ, 4.5 ഇവിടെ 34.355 കിട്ടിയിട്ടുണ്ടാവും. ദെൻ 54ന്ന് നമുക്ക് ഈ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 54 പോയിന്റ് ഡെസിമൽസ് ഇല്ല, 000 കിട്ടും അല്ലെ. മൈനസ് 34.355 ആണ് നമുക്ക് കുറയ്ക്കേണ്ടത് അല്ലെ. ഇവിടെയൊക്കെ സീറോസാ, നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. 4 ഒന്ന് ബോറോ ചെയ്യും അല്ലെ. ഇവിടെ 3 ആവും. ഇവിടെ എന്താവും? ഇവിടെ ആദ്യം 10 ആവും. അപ്പൊ ഈ 10 ഇങ്ങോട്ട് ബോറോ ചെയ്യണം. ഇവിടെ 9 ആവും. അതേപോലെ തന്നെ ഇവിടെയും 9 ആവും. ഇവിടെ ലാസ്റ്റ് ഇവിടെ 10 ആവും അല്ലെ. ലാസ്റ്റിലോട്ട് ബോറോ ചെയ്യുമ്പോൾ 10 ആവും. ഇനി ഇവിടെയും 10 കട്ട് ചെയ്തിട്ടാണ് 9 ആവും. ഇതൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പൊ 10 5 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ 5 വരും. 9 5 കുറച്ചാൽ ഇവിടെ 4 വരും. 9 3 കുറച്ചാൽ ഇവിടെ 6 വരും. 3 - 4 അഗെയിൻ പറ്റില്ല. ഇവിടെ 5 ഒന്ന് ബോറോ ചെയ്യും. 5 എന്നുള്ളത് 4 ആവും. ഇവിടെ 13 ആവും അല്ലെ. 13 - 4 എന്ന് ചെയ്താൽ 9 വരും. 4 - 3 1 വരും. 19.645. ഈ സബ്ട്രാക്ഷൻ ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടി മിസ്സേ. കിട്ടി. ഓക്കെ. ബോറോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ. അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 156. ആശ ഈസ് 2 kilogram 20 gram heavier than Abba, who weighs 46 kilogram 40 gram. If Kavita weighs 4 kilogram 440 gram less than Asha, then her weight is. അല്ലെ. അപ്പൊ ഇവിടെ ആശ എന്ന് പറയുന്നത് അബേനേക്കാളും 2 കിലോഗ്രാമും 20 ഗ്രാമും കൂടുതലാണ്. അബയുടെ വെയിറ്റ് അവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 46 കിലോഗ്രാമും 40 ഗ്രാമും അല്ലെ. അപ്പൊ അതിന്ന് ആദ്യം ആരുടെ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം? ആശയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അബേനേക്കാളും കൂടുതലാണ് അല്ലെ. അപ്പൊ അതിൽ അബയുടെ വെയിറ്റ് തന്നിട്ടുണ്ടല്ലോ. അതിന്ന് നമുക്ക് ഫസ്റ്റ് നമുക്ക് ആശയുടെ വെയിറ്റ് അവിടെ കിട്ടും ആണല്ലോ. എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ഓക്കെ. ഇതിലും അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോ ഈ ലിറ്റർ ആൻഡ് മില്ലി ലിറ്ററിന്റെ കേസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഗ്രാമിന്റെയും കൺവേർഷൻസ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ് ആണല്ലോ. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 1000, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 1000 അല്ലെ. 1000നെ ഒന്നാക്കാൻ ഡിവൈഡഡ് ബൈ 1000. ഇനി അതേപോലെ തന്നെ 2 കിലോഗ്രാം 800 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കിലോഗ്രാമും 800 ഗ്രാം അല്ലെ. നമ്മൾ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് ആ ഒരു കേസ് പറഞ്ഞില്ലേ. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഗ്രാമിനെ കിലോഗ്രാമിലാക്കാനും ബൈ 1000 ചെയ്യുന്നത് ആണല്ലോ. 3 ഡിജിറ്റിന്റെ 3 പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് എടുക്കും. അപ്പൊ ഇവിടെ 2.800 വരും. ഒരേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഇതേ 2 കിലോഗ്രാം 80 ഗ്രാം ആണെങ്കിലോ, ഇപ്പൊ 2 ഇവിടെ ഉണ്ട്, 80 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലോട്ടാക്കുന്നത്.
അപ്പൊ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് വേണം പോയിന്റ്. 1 ഇതെന്ന് പറയുന്നത് 2.080 അല്ലെങ്കിൽ 08 കിലോഗ്രാം ആണ്. ഇവിടെ കിലോഗ്രാം. നേരത്തെ മില്ലി ലിറ്ററിന്റെ അതേ സെയിം മോഡൽ കൺവേർഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ അതേപോലെ ആ പോയിന്റ് ഇടുന്ന സ്ഥലത്തൊന്ന് ശ്രദ്ധിക്കുക. 2 കിലോഗ്രാം 800 ഗ്രാമും 2 കിലോഗ്രാം 80 ഗ്രാമും ഡെസിമലിൽ ആ പോയിന്റ് ഇടുന്നത് ഒരുപോലെ അല്ല, ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കേ. അബയുടെ വെയിറ്റ് എത്ര വരുന്നത്? 46.40 അല്ലെ? നോക്കിക്കേ, അബ ഹു ഇസ് വെയിറ്റ് 46.40 ഗ്രാം, 40 ഗ്രാം അല്ലെ? അബ 46.40 എന്നാ തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആശയുടെ വെയിറ്റ് ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താ? ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ അബയാണോ ആശയാണോ അങ്ങനെ മനസ്സിലാവുക? ആരുടെയൊക്കെ വെയിറ്റ് തന്നിട്ടില്ലേ? ആശയുടെ വെയിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. ആശയുടെ വെയിറ്റ് തന്നിട്ടില്ല. ആശയുടെ വെയിറ്റ് നമുക്ക് ആരുടെ വെയിറ്റാ തരാത്ത ഇതില്? ആശയുടെ വെയിറ്റ് നമുക്ക് ഇതിൽ തന്നെ കണ്ടുപിടിക്കാലോ. ഇതിന്റെ ഒപ്പം ഇത് ആഡ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ അബിയുടെ വെയിറ്റും തന്നിട്ടുണ്ട്. അബിയുടെ വെയിറ്റ് തന്നിട്ടുണ്ടോ? ഞാൻ തന്നിട്ടുണ്ട്. ആ അല്ലെ, അബിയുടെ വെയിറ്റ് അല്ലേ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള? അബയുടെ വെയിറ്റ് 46. കവിതയുടെ 46. കവിതയുടെ വെയിറ്റ് 4 കിലോഗ്രാം 440 ഗ്രാം ലെസ് ദാൻ ആശ. ആ കവിതയുടെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ, കവിതയുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടില്ല. 43.620 മിസ്സിംഗ് അല്ലെ. ബാക്കി ആശയുടെ ഇയാളെക്കാട്ടിലും ഇത്ര കൂടുതൽ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ വെയിറ്റിൽ നിന്ന് നമുക്ക് അബയുടെ വെയിറ്റിൽ നിന്ന് നമുക്ക് ആശയുടെ വെയിറ്റ് കണ്ടുപിടിക്കാം. പിന്നെ കവിത ഇതിനേക്കാളും ഇത്ര കുറവാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ പിന്നെ മിസ്സിംഗ് ഉള്ളത് കവിതയാണ്. അപ്പൊ കവിതയുടെ ആയിരിക്കും അല്ലെ, കവിതയുടെ വെയിറ്റ് ആയിരിക്കും മിസ്സിംഗ് ആയിട്ടുണ്ടാവുക. അപ്പോ അബയുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 46 കിലോഗ്രാം 40 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ആശയുടെ വെയിറ്റ് എത്രയായിരിക്കും? ഇതിന്റെ ഒപ്പം ഒരു 2 കിലോഗ്രാം 20 ഗ്രാം കൂട്ടിയതായിരിക്കും അല്ലെ. എത്രയാണ് ആശയുടെ വെയിറ്റ് വരുന്നത്? ഈ 46.40ന്റെ ഒപ്പം ഒരു 2 കിലോഗ്രാം 20 ഗ്രാം ആഡ് ചെയ്തതായിരിക്കും അല്ലെ. 2 കിലോഗ്രാം 20 ഗ്രാം ആഡ് ചെയ്തതാ. അപ്പൊ അങ്ങനെ ആകുമ്പോ ആശയുടെ വെയിറ്റ് എന്താ വരുന്നത്? 48.060. 48.060. 0 വരുന്നുണ്ട് ഇവിടെ അല്ലെ. 2 കിലോഗ്രാം 20 ഗ്രാം ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? കവിതയുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കവിതയുടെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? കവിത വെയിറ്റ്സ് 4 കിലോഗ്രാം 440 ഗ്രാം ലെസ് ദാൻ ആശ അല്ലെ. ആശയുടെ വെയിറ്റിനേക്കാളും 4 കിലോഗ്രാം 440 ഗ്രാം കുറവാണ് കവിതയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെർ വെയിറ്റ് ഈസ് അല്ലെ. ഹെർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ. കവിതാസ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മതി. അപ്പോ ആളുടെ വെയിറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഇതിനേക്കാളും 4 കിലോഗ്രാം 440 ഗ്രാം കുറവ്.
ആൻസർ കിട്ടിയോ? കിട്ടി മിസ്സേ. ആ കിട്ടി. എത്ര വന്നേ? 43620. 43.620 അല്ലേ? ഇവിടെ 0 ഇവിടെ 10 അല്ലേ? 43.620 കിലോഗ്രാം അല്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ കുറെ ബോറോയിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി നമ്മുടെ 157 നോക്കിക്കേ. ഒബ്സർവ് ദ പാറ്റേൺ ആൻഡ് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. അപ്പൊ ഫസ്റ്റ് സർക്കിൾ നോക്കിക്കേ. 1732 പുറത്തുണ്ട്, ഉള്ളിൽ 169 ഉണ്ട്. നെക്സ്റ്റ് 1352 പുറത്തുണ്ട്, ഉള്ളിൽ 121 ഉണ്ട്. അടുത്തതിൽ 1456 പുറത്തുണ്ട്, ഉള്ളിലത്തെ നമ്പർ മിസ്സിംഗ് ആണ്. ഈ പുറത്തുള്ള നമ്പറും ഉള്ളിലുള്ള നമ്പറും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ആ 169ഉം 129ഉം കാണുമ്പോൾ എന്താ തോന്നുന്നത്? സ്ക്വയേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? സ്ക്വയേഴ്സ് ആണെന്ന് അപ്പോ നമ്മുടെ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? ആ പുറത്തുള്ള അതെ അതെ അല്ലെ, പുറത്തുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് യെസ് ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ട് സ്ക്വയർ എടുക്കാം. പുറത്തുള്ള നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് സ്ക്വയർ എടുത്തതായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള നമ്പർ എന്ന് പറയുന്നത് അല്ലെ. 7 3 10 10 2 12 1 13. 13ന്റെ സ്ക്വയർ ആണ് നമ്മുടെ ഉള്ളിലുള്ള നമ്പർ 169 അല്ലെ. അതേപോലെ തന്നെ അടുത്തതും 5 3 8 8 2 10 10 1 11. 11 പുറത്തുള്ള നമ്പേഴ്സ് ഒക്കെ കൂടി ആഡ് ചെയ്താൽ വരുന്നത്. അതിന്റെ സ്ക്വയർ ആണ് നമ്മുടെ ഉള്ളിലുള്ള നമ്പർ എന്ന് പറയുന്നത് 121 അല്ലെ. അപ്പൊ അതേപോലെ നെക്സ്റ്റ് നമ്മുടെ ഉള്ളിലുള്ള നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏതാ? 256. ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി 256 ആയിരിക്കും. യെസ് കറക്റ്റ്, 256. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 158 നോക്കിക്കേ. The cost of fencing a square field at the rate of rupees 110 per meter is rupees 5280. Side of a square is. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ക്വയർ ഫീൽഡ് അല്ലെ, അത് ഫെൻസ് ചെയ്യാൻ മീറ്ററിന് 110 റുപ്പീസ് ആണ് ചാർജ്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ അത് ഫെൻസ് ചെയ്യാൻ 5280 റുപ്പീസ് ആയി അല്ലെ. അപ്പൊ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡാ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഫെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്വയറിന്റെ ഏത് കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്? മീൻസ് ഏരിയ ആണോ പെരിമീറ്റർ ആണോ? നമ്മൾ അവിടെ പെരിമീറ്റർ ആണ് എടുക്കുക. ഫെൻസിങ് എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ആണ് എടുക്കുക. ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ടൈൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പുല്ല് വെക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുക അല്ലെ. ഇത് ഫെൻസിങ് ആണ്, അപ്പൊ പെരിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് 1 മീറ്ററിന് 110 റുപ്പീസ് ആയെന്നാ നമുക്ക് തന്നെ അല്ലെ. 1 മീറ്ററിന് 110 റുപ്പീസ് ആയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ പെർ മീറ്റർ വെച്ച് മൊത്തത്തിൽ ഇത് ചെയ്യാൻ 5280 റുപ്പീസ് ആയെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര മീറ്ററിനാവും ഈ 5280 റുപ്പീസ് ആയിട്ടുണ്ടാവുക? 1 മീറ്ററിന് 110. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര മീറ്ററിനാവും ഈ ടോട്ടൽ ഈ എമൗണ്ട് ആയിട്ടുണ്ടാവുക? എത്ര ലെങ്തിനായിരിക്കും ഈ 5280 റുപ്പീസ് ആയിട്ടുണ്ടാവുക? എങ്ങനെ എന്ത് ചെയ്യണം? നമുക്കവിടെ സൈഡ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ സൈഡാ. സൈഡ് പെരിമീറ്റർ നമുക്ക് തന്നിട്ടില്ല അല്ലെ. പെരിമീറ്റർ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും പെരിമീറ്റർ വേണം. അതായത് അതിന്റെ ചുറ്റുമുള്ള സ്ക്വയറിന്റെ ചുറ്റുമുള്ള അളവ് കിട്ടണം. അതായത് ഇവിടെ ഇങ്ങനെ ഫെൻസ് ചെയ്തു എന്നല്ലേ പറയുന്നത്. ടോട്ടൽ എത്ര മീറ്റർ ഫെൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടണം അല്ലെ. ഫെൻസ് ചെയ്ത് എത്ര മീറ്റർ ഫെൻസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ പെരിമീറ്റർ അല്ലെ. എത്ര മീറ്റർ ഫെൻസ് ചെയ്തു എന്നുള്ളത്. 1 മീറ്റർ ഫെൻസ് ചെയ്യാനാണ് 110 റുപ്പീസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര മീറ്റർ ഫെൻസ് ചെയ്തപ്പോഴാവും ഈ 5280 റുപ്പീസ് ആയിട്ടുണ്ടാവുക? അതല്ലേ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. 1 മീറ്ററിന് 110. അപ്പൊ എത്ര മീറ്ററിനാവും 5280 റുപ്പീസ് ആയിട്ടുണ്ടാവുക എന്ന് കാണാൻ എന്താ ചെയ്യുക? ഡിവൈഡ് ചെയ്യണം. 5280നെ നമ്മൾ 110 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 8 വരും. 48 വന്നു അല്ലെ. ഈ 48 ആണ് നമ്മുടെ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. 4 സൈഡിന്റെയും കൂടി ലെങ്ത് 48 ആണ്. ഒരു സൈഡിന്റെ എത്രയാണോ ചോദിച്ചത്? എത്രയായിരിക്കും? അല്ലെ 12. 4a അല്ലേ സ്ക്വയറിന്റെ പെരിമീറ്റർ. 4a എന്ന് പറയുന്നതാണ് ഈ 48 അല്ലെ. 4a സ്ക്വയറിന്റെ പെരിമീറ്റർ ഇക്വേഷൻ. ഒരു സൈഡ് a ആണെങ്കിൽ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്തതാ. a+a+a+a 4a അല്ലെ. 4a എന്ന് പറയുന്നതാണ് 48.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എ എന്ന് പറയുന്നത് എന്താവും? 48/4 ആയിരിക്കും, 12 വരും. അപ്പൊ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 മീറ്റർ ആയിരിക്കും. ആ ഒരു സ്ക്വയർ ഫീൽഡിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 12 മീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ മിസ്. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് നമ്മുടെ ബോട്ടൈൻ സ്ട്രീമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബോട്ടൈൻ സ്ട്രീം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടവരുണ്ടോ ഇതില്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഉള്ളവര്? ഫുള്ള് കണ്ടിട്ടില്ല മിസ്സേ, ജസ്റ്റ് ഒന്ന് നോക്കി. അതല്ലാതെ ഫുള്ള് കണ്ടവരാരുമില്ലല്ലോ? ഒരാളെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് നിങ്ങൾ ബോട്ടൈൻ സ്ട്രീം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്തു നോക്കാം. കാരണം അതിന്റെ ബേസ് മുതൽ അത്യാവശ്യം അറിയണം. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതല്ലാതെ ഞാനിപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഒരു സെറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം 159. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് കാണുക. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ടാ. കുറെ ഇക്വേഷൻസും കാര്യങ്ങളും ഒന്നും പഠിക്കാനില്ല. ഓക്കെ, കുറച്ചൊരു ലോജിക് വെച്ചിട്ട് നമുക്ക് കുറച്ച് ആ ഒരു ലൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അപ് സ്ട്രീം സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്താണെന്ന്. അപ്പൊ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ അടുത്ത ക്ലാസ്സിന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു സെറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതിന്റെ ഒപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാനതിൽ ആഡ് ചെയ്യാം. ഓക്കെ മിസ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വൺ നോക്കിക്കേ, 160. അടുത്ത നമ്മുടെ ഈ സെറ്റിലെ ലാസ്റ്റ് വൺ ആണ്. 4 കിലോഗ്രാം 7 HG 3 DAG. വെറുതെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി എന്നാണോ, സി ആണോ? അതെ, 12 noon ആണ് കേട്ടോ, കറക്റ്റ്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് വരുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ എവിടെയാ? സോറി, 12 noon അല്ല കേട്ടോ, സോറി സി അല്ലേ? ഹലോ, 6 AM ആണ് കേട്ടോ. എ ആണ് ആൻസർ. 12 മണിക്കൂറല്ലേ? സോറി, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്കാ. എ ആണ് കേട്ടോ, 6 AM ആണ്. അപ്പൊ നമ്മുടെ 160 നോക്കിക്കേ, ആ ഉള്ളിൽ കുറച്ച് ലെങ്ത്തിന്റെ ഞാൻ കുറച്ച് മെഷർമെന്റിന്റെ യൂണിറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ലെങ്ത്തിന്റെ ഉണ്ട്, പിന്നെ അതേപോലെ കുറച്ച് വെയിറ്റിന്റെ ഉണ്ട്. ഓക്കെ, ആ ജസ്റ്റ് യൂണിറ്റ്സ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോ. ഓക്കെ, അത് ഈ നമ്മുടെ ഇന്നലെ ചെയ്ത ഒരു സെറ്റിൽ ഇതിൽ മുകളിൽ ഒരെണ്ണം റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട് വെയിറ്റിന്റെ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പൊ ജസ്റ്റ് ആ യൂണിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് തന്നിട്ടില്ല, ഉള്ളിൽ കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. ഇതിലിപ്പോ എല്ലാവർക്കും ഈ കിലോഗ്രാമും ഗ്രാമും ഒക്കെ ഫെമിലിയർ ആയിരിക്കും. ചിലപ്പോൾ ആ ഉള്ളിലുള്ള ആ രണ്ട് സാധനങ്ങൾ HG യും ആ DAG, ആ സാധനങ്ങളൊന്നും ചിലപ്പോൾ ഫെമിലിയർ ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഫെമിലിയർ ആയിട്ട് ഇല്ലാത്തവർ ഉണ്ടാവാം. ഇനി അതില HG എന്ന് പറയുന്നത് ഹെക്ടോഗ്രാം ആണ്. ഓക്കെ, പിന്നെ DAG എന്ന് പറയുന്നത് ഡെക്കാഗ്രാം ആണ്. ഓക്കെ, ഇനി ഇതില് നോക്കിക്കോ, നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് ഇത് ഏതാണ്, ഈ മെഷേഴ്സ് ഏതിനോടാണ് ഈക്വൽ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇതില് DG എന്ന് പറയുന്നത് ഡെസിഗ്രാം ആണ്. ഇതിൽ കുറച്ച് മെഷേഴ്സ് ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഓക്കെ, ഇത് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും. പിന്നെ ഒരു HG, അതായത് ഹെക്ടോഗ്രാം, ഒരു ഹെക്ടോഗ്രാം എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ പഠിച്ചോ. പിന്നെ ഒരു DAG, ഈ DAG എന്ന് പറഞ്ഞാൽ ഡെക്കാഗ്രാം ആണ്. ഓക്കെ, ഡെക്കാഗ്രാം എന്ന് പറഞ്ഞാൽ 10 ഗ്രാം ആണ്. ഇനി ഒരു DG, ഈ ഡെക്കാഗ്രാമും ഡെസിഗ്രാമും വേറെയാണ്. DG എന്ന് പറഞ്ഞാലാണ് ഡെസിഗ്രാം. ഓക്കെ, DG എന്ന് പറഞ്ഞാലാണ് ഡെസിഗ്രാം, അത് 0.1 ഗ്രാം ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു സിഗ്രാം ഉണ്ട്, ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ ഒരു സാധനങ്ങളൊക്കെ എന്തായാലും പഠിച്ചോ. ഒരു സെന്റിഗ്രാം എന്ന് പറഞ്ഞാൽ 0.01 ഗ്രാം ആണ്. ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 0.001 ഗ്രാം ആണ്. ഓക്കെ, ഇതേപോലെ നമ്മുടെ ലെങ്ത്തിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ചിലപ്പോ ഈ 4നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36 കിലോഗ്രാം, 9 × 7 63 HG, 3 × 9 27 DAG, and 9 × 9 81 G അല്ലെ. അങ്ങനെ ചിലപ്പോൾ നമുക്ക് ആൻസർ എ ആണെന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. പക്ഷെ ഇതിന്റെ ശരിക്കും ആൻസർ എന്ന് പറയുന്നത് എ അല്ല. ഓക്കെ, പിന്നത്തെ ക്വസ്റ്റ്യനിൽ മേ ബി നമ്മൾ ആ ഫസ്റ്റ് എയിൽ കൊണ്ടേ കുത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അതായത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അതായത് ഈ കിലോഗ്രാമിനെയും
പിന്നെ HG, DAG, ലാസ്റ്റ് തന്നിട്ടുള്ളത് ഗ്രാം അല്ലേ. ഈ എല്ലാ സാധനങ്ങളെയും കൂടി നമ്മൾ ഒരു ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതിൽ ഏറ്റവും ചെറിയ മെഷർ എന്ന് പറയുന്നത് ആ ഗ്രാം ആണ് ലാസ്റ്റ് തന്നിട്ടുള്ളത് അല്ലെ. ഈ എല്ലാ സാധനങ്ങളും കൂടി എന്ത് ചെയ്യുക, നമുക്ക് ആ ഗ്രാമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം അല്ലെ. ഈ 4 കിലോഗ്രാമിനെ കൺവേർട്ട് ചെയ്ത് എത്രയാ? 4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 4000 ഗ്രാം ആണ് അല്ലെ. 4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 4000 ഗ്രാം ആണ്. ഇനി അതേപോലെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? 7HG എന്ന് തന്നിട്ടുണ്ട് അല്ലെ. 7HG എന്ന് പറഞ്ഞാൽ 7 ഹെക്ടോഗ്രാം അല്ലെ. 7 ഹെക്ടോഗ്രാം. 1 ഹെക്ടോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 7 ഹെക്ടോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ഹെക്ടോഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗ്രാമാ. അപ്പൊ 7 ഹെക്ടോഗ്രാം എന്ന് പറഞ്ഞാൽ 700 ഗ്രാമാ. ഓക്കെ, 700 ഗ്രാം ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 3 DAG എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 3 DAG എന്തായിരുന്നു? ഡെക്കാഗ്രാം ആണ് ആണല്ലോ. 3 ഡെക്കാഗ്രാം. അപ്പൊ 1 ഡെക്കാഗ്രാം എന്ന് പറഞ്ഞാൽ 10 ഗ്രാമാ അല്ലെ. അപ്പൊ 3 ഡെക്കാഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 30 ഗ്രാമാ. 1 ഡെക്കാഗ്രാം 10 ഗ്രാം, 2 ഡെക്കാഗ്രാം 20 ഗ്രാം, 3 ഡെക്കാഗ്രാം 30 ഗ്രാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 9 ഗ്രാം. അപ്പൊ അതിനെ പിന്നെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട, 9 എന്ന് തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 4739 വരും അല്ലെ. നമ്മുടെ ഇത്രയും ഗ്രാം. ഓക്കെ, ആ ഉള്ളിലുള്ള സാധനങ്ങൾ മാത്രം ആഡ് ചെയ്യുമ്പോൾ. അതിന്റെ പുറത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇൻറ്റു 9 ഉണ്ട്. അതായത് ഈ ഒരു സംഭവത്തിനെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 9 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. ഇതിനൊരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആ ഉള്ളിലുള്ള ഗ്രാമിനെ, യൂണിറ്റ്സ് മൊത്തം നമ്മൾ ഗ്രാമിലോട്ടാക്കി, അതിലുള്ള ചെറിയ സാധനത്തിലോട്ടാക്കി, എന്നിട്ട് അതിനൊരു 9 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വരും? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 9 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 30,000 വന്നേ. ഒന്നുകൂടി നോക്കിക്കേ. 42,651. 42 അല്ലേ? 42,651. അല്ലെ. 42,651 ഗ്രാം എന്ന് കിട്ടി അല്ലെ. 42,651 ഗ്രാം എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ 42,651 ഗ്രാമിനെ നമ്മൾ ഒരു എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ 120നെ നമ്മൾ 100 + 20 എന്ന് എഴുതും അല്ലെ. 125 ആണെങ്കിൽ 100 + 20 + 5 എന്നുള്ളൊരു ഫോമിൽ എഴുതും. അങ്ങനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതില്ലേ നമ്പേഴ്സിനെ, അതേപോലെ ഈ ഒരു സാധനത്തിനെ ആ ഒരു ഫോമിലോട്ട് എഴുതാം. നമ്മുടെ കൺവേർഷൻസ് ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ നമുക്ക് 42,651, അതിനെ നമുക്ക് 42,000 അല്ലെ +600 + 50 + 1 എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ അല്ലെ. 42,000 + 600 + 50 + 1 ഗ്രാം എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലെ. ഇനി ഇതിൽ ഈ 42,000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാ അല്ലെ. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് 42, പിന്നെ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ 42 കിലോഗ്രാം എന്ന് വരും. ഓക്കെ, 600 ഗ്രാം അല്ലെ. 600 ഗ്രാമിനെ നമ്മൾ എന്തിലേക്കാ കൺവേർട്ട് ചെയ്യുന്നത്? അടുത്ത നമ്മുടെ മെഷർ ആയിട്ടുള്ള ഏതാ വരുന്നത്? നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള HG ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഹെക്ടോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഹെക്ടോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നോക്കിക്കേ. 1 HG എന്ന് പറയുന്നത് 100 ഗ്രാമാ അല്ലെ. 1 HG എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 6 HG അല്ലെ. അപ്പൊ 42 kg കിട്ടി, 6 HG വന്നു. പിന്നെ 50 അല്ലെ, അതിനെ നമുക്ക് ഏതിലേക്കാ കൺവേർട്ട് ചെയ്യേണ്ടത്? ഡെക്കാഗ്രാമിലോട്ട് അല്ലെ, DAG. അപ്പൊ 50 നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഒരു ഡെക്കാഗ്രാം എന്ന് പറഞ്ഞാൽ 10 ഗ്രാമാ അല്ലെ. അപ്പൊ 50 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഡെക്കാഗ്രാം ആയിരിക്കും? 5 ഗ്രാം ആയിരിക്കും അല്ലെ. 5 ഡെക്കാഗ്രാം അല്ലെ. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 ഡെക്കാഗ്രാം ആയിരിക്കും. പിന്നെ ലാസ്റ്റ് 1 ഗ്രാം, ആ 1 എഴുതി. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 42 കിലോഗ്രാം 6 HG അല്ലെ, ഹെക്ടാഗ്രാം. പിന്നെന്താ? 5 DAG ഡെക്കാഗ്രാം ആൻഡ് 1 ഗ്രാം. അതായത് നമ്മുടെ ഓപ്ഷൻ 42,651 നമ്മുടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, സംഭവം എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ കൺവേർഷൻസ്, അതായത് ആ ഫസ്റ്റ് ഈ കിലോഗ്രാം, ഹെക്ടോഗ്രാം, ഡെക്കാഗ്രാം, ആ ഒരു 3 സാധനങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ഡെസിമൽസിന്റെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു മെഷേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ലെങ്ത്തിന്റെ ആയാലും ചോദിച്ചിട്ടുണ്ട്, വെയിറ്റിന്റെയും അങ്ങനെ ആ ഒരു ഇത് വരുന്നത് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെഷേഴ്സിന്റെ കൺവേർഷൻസ് മാത്രം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതൊന്ന് പഠിക്കുക. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും
ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഫസ്റ്റ് പോയിട്ട് എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഫസ്റ്റിലൊക്കെ 63 HG എന്ന് എഴുതിയിട്ടുണ്ട്. ആ 63 HG എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനെ ഒരു HG എന്ന് പറഞ്ഞാൽ 100 ഗ്രാം അല്ലേ? അപ്പൊ 63 HG എന്ന് പറഞ്ഞാൽ 63 2 0 6300 ഗ്രാം ആണ് അല്ലെ? അപ്പൊ അതിനെ അങ്ങനെ ആ ഒരു മെഷറിലേക്ക് അല്ലാതെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലോട്ട് ഏതിലോട്ട് എഴുതാന്നുള്ളത് നമ്മുടെ ഡി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഡി എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതല്ലാതെ മൊത്തത്തിലുള്ളതിനെ കൺവേർട്ട് ചെയ്താൽ എയും ശരിക്കും അതുപോലെ തന്നെയാണ് വരുന്നത്. ഒക്കെ എയും ശരിക്കും കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആ സിംപ്ലിഫൈഡ് ആയിട്ട് മീൻസ് ഇവിടെയൊക്കെ ഗ്രാമോളം എക്സ്ട്രാ വരും. അതിനെയൊക്കെ കൂടി നമ്മൾ കിലോഗ്രാമിലോട്ട് എടുത്ത് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലോട്ടായിട്ട് വരുമ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പൊ അതിനെന്ത് വേണം? ആ കൺവേർഷൻസ് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ കൺവേർഷൻസ് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് സെറ്റ്. ഇതിൽ നമുക്കിനി ആകെ ഒരു ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ഒരു ക്വസ്റ്റ്യനെ ചെയ്യാനുള്ളൂ കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് നിങ്ങൾ ആ വീഡിയോ കാണുക. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും വീഡിയോ കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ 159. നമ്മുടെ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 21. ഇവിടെ എന്താ പറയുന്നത്? പാരസ് can complete 40% of the work in 8 days while Deepthi and Paras together can complete 10% of the work in a day. Find the time taken by Deepthi alone to complete the work. അല്ലെ, അപ്പൊ ദീപ്തി ഒറ്റയ്ക്ക് പരസിന് ഒരു 40% ഓഫ് ദ വർക്ക് എത്ര ഡേയ്സിൽ തീർക്കാം? 8 ദിവസത്തിൽ തീർക്കാന്ന് പറഞ്ഞു. ഓക്കെ, 8 ദിവസത്തിൽ 40% മാർക്ക് 8 ദിവസത്തിൽ തീർക്കാം. ദീപ്തി ആൻഡ് പരസ് ടുഗദർ ക്യാൻ കംപ്ലീറ്റ് 10% ഓഫ് ദ വർക്ക് ഇൻ എ ഡേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദീപ്തി ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കുന്ന ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തതാ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും എല്ലാ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പക്ഷേ ഈ പെർസെന്റേജ് അല്ല തോന്നുന്നു, ഈ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് തന്നിരുന്നു. ഒരു വർക്കിന്റെ 2/5 ഭാഗം ഇത്ര ഡേയ്സിൽ തീർക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടുപേരുടെ അപ്പൊ ടോട്ടൽ എത്ര ഡേയ്സ് വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലെ? അല്ലെങ്കിൽ ഒരു വർക്കിന്റെ 1/4 ഭാഗം ഇയാൾ ഇത്ര ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ ആൾറെഡി നമ്മൾ ടോട്ടൽ എത്ര ഡേയ്സ് വേണം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഫ്രാക്ഷൻസ് ആക്കിയിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മല്ലേ? 20 ആണോ? ആ, 20 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 20 ആണ് ആൻസർ വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? പരസിന് 40% ആണെന്നാ പറഞ്ഞത് അല്ലെ? ഇയാൾ ഒറ്റയ്ക്ക് 40% തീർക്കുന്ന പറഞ്ഞത്. പിന്നോ പരസ് പ്ലസ് ദീപ്തി ഈ രണ്ടുപേരും കൂടി 10% അല്ലെ? അപ്പൊ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എഫിഷ്യൻസി ഇൻറ്റു ടൈം വെച്ചിട്ടല്ലേ നമ്മൾ കാണുന്നത് അല്ലെ? എഫിഷ്യൻസി ഇൻറ്റു ടൈം വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? ടോട്ടൽ എഫിഷ്യൻസി ബൈ ഇൻറ്റു ടൈം വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ വർക്ക് കാണുന്നത് അല്ലെ? അപ്പോൾ പരസ് ഒരു 40 ജോലി അല്ലെ? ഓക്കെ, 40 ജോലി 40% ജോലി അല്ലെ? 40 ജോലി 8 ദിവസത്തിൽ തീർക്കും. ഓക്കെ, 40 ജോലി 8 ദിവസത്തിൽ തീർക്കും. നമ്മുടെ പരസ് ആൻഡ് ദീപ്തി രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ടോ ഒരു 10 ജോലി തീർക്കുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലെ? 10 ജോലി തീർക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരസ് 40 വർക്ക് 8 ദിവസത്തിൽ തീർക്കും അല്ലെ? 40 വർക്ക് ഇതിനെ മൊത്തം വർക്കായിട്ട് നോക്കുക. 40 വർക്ക് 8 ദിവസം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങേരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? പരസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 വർക്ക് 8 ദിവസത്തിൽ അല്ലെ? അപ്പൊ 40/8 എന്നുള്ളത് 5 കിട്ടും. ഇനി നമ്മുടെ ദീപ്തിയും പിന്നെ അതേപോലെ തന്നെ പരസും അല്ലെ? രണ്ടുപേരും കൂടി എത്രയാ പറഞ്ഞേ? 10 വർക്ക് തീർക്കുന്ന പറഞ്ഞേ ആണല്ലോ? 10 വർക്ക് തീർക്കുന്ന പറഞ്ഞേ. അപ്പൊ അതിന്ന് നമ്മുടെ പരസിന്റെ നമുക്ക് എഫിഷ്യൻസി 5 ആണല്ലോ അല്ലെ? പരസിന്റെ 5 ആണെന്നുണ്ടെങ്കിൽ ദീപ്തിയുടെ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 തന്നെയായിരിക്കും അല്ലെ? 5 കൂടി 10 കിട്ടും. നമുക്ക് വേണ്ടത് ദീപ്തിയുടെ ഒറ്റയ്ക്കുള്ള എഫിഷ്യൻസിയാ. മീൻസ് ഒറ്റയ്ക്കുള്ള എഫിഷ്യൻസി അല്ല, ഒറ്റയ്ക്ക് എത്ര ഡേയ്സ് ആണെന്നാ ചോദിച്ചേ. ഡേയ്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? വർക്ക് ബൈ എഫിഷ്യൻസി. മൊത്തം വർക്ക് നമ്മൾ 100 ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്? മൊത്തം ഒരു 100 വർക്ക്. അങ്ങനെയാണെങ്കിൽ 100 ദീപ്തിയുടെ എഫിഷ്യൻസി 5 20. ജസ്റ്റ് ആ ഇക്വേഷൻസിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയോ? നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്.
ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ആണല്ലോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ കംപ്ലീറ്റ്ലി ബൈ ബോത്ത് 9 and 11? ഓക്കെ, 9നെയും 11നെയും രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഡിവിസിബിലിറ്റി റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അല്ലെ. അതായത് ഇപ്പൊ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാ? 9ഉം 11ഉം. ഓക്കെ, അപ്പോ എല്ലാ നമ്പേഴ്സിനും ഇപ്പൊ നമുക്ക് ഈ 9ഉം 11ഉം വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്? ആ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ്, ഓക്കെ, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ 99ന്റെ കേസ് എടുത്താൽ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എത്രയാ വരുന്നത്? 9 + 9 18 വരുന്നത്. അതിനെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ 99 എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെ. കുറെ പേർക്കൊക്കെ ഈ റൂൾസ് അറിയുന്നുണ്ടാവും. മനസ്സിലായല്ലോ? 9 കൊണ്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ അതിൽ ആ നമ്പറിന്റെ എല്ലാ അക്കങ്ങളും കൂടി ആഡ് ചെയ്യുക, എല്ലാ ഡിജിറ്റ്സും കൂടി ആഡ് ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യാം? 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതാണ് 9 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂൾ. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ എ എന്ന് പറഞ്ഞ നമ്പർ അല്ലെ, എ എന്ന് പറഞ്ഞ നമ്പർ അതിന്റെ ഡിജിറ്റ്സ് ഒക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 + 7 + 7 + 2 + 1 + 8 എന്ത് കിട്ടും? ഡിവിസിബിൾ ആണെന്ന് കിട്ടും. ഡിവിസിബിൾ ആണ് അല്ലെ. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 27 കിട്ടും അല്ലെ. അത് 27 ഡിവിസിബിൾ ബൈ 9 ആണ്. അപ്പൊ ഇനി ബി നോക്കിക്കേ. ബിയും അതേപോലെ ഡിവിസിബിൾ ആണോ നോക്കുക. ബി ഒക്കെ പെട്ടെന്ന് കിട്ടും അല്ലെ. ബി 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതെ അതെ അല്ലെ. 9 1 10, 10 8 18, 18 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ബിയും ഓക്കെ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. സിയോ? അതൊന്നും കൂടെ പറയോ, മനസ്സിലായില്ല. ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ, ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ ആ നമ്പറിന്റെ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാ? 277218 അല്ലെ. 277218 ആണ്. അപ്പൊ ഈ ഒരു നമ്പറിനെ നമുക്ക് 9 കൊണ്ട് ഫുൾ ആയിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്നാ നോക്കണ്ടേ അല്ലെ. അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ഇതിലെ ഡിജിറ്റ്സ് ഉണ്ടല്ലോ 2 7 7 2 1 8 ഈ ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക ഡിജിറ്റ്സ്. ഈ ഡിജിറ്റ്സ് ഒക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 + 7 + 7 + 2 + 1 + 8 എല്ലാ ഡിജിറ്റ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടും. 27 ആണ് കിട്ടുക. ഓക്കെ, ആ 27നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 27നെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു നമ്പർ എന്താണ്? ഡിവിസിബിൾ ആണെന്ന് കിട്ടും. ഓക്കെ, 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ നമ്മൾ ബാക്കി ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നമുക്ക് 9ഉം 11 കൊണ്ട് രണ്ടും പറ്റുന്നതാ നോക്കണ്ടേ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇതിൽ ഓരോ സെറ്റും നമ്മൾ നോക്കും. അപ്പൊ എയും ഡിവിസിബിൾ ആണ്, ബിയും ഡിവിസിബിൾ ആണ്. അപ്പൊ ഇനി അതൊക്കെ 11 കൊണ്ട് കൂടി ഡിവിസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ ഓരോ നമ്പറും അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യണം. 9 കൊണ്ട് ഡിവിസിബിൾ ആണോ. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന് വന്നാൽ പിന്നെ അത് നമുക്ക് ഒഴിവാക്കാം. ബാക്കി ഓപ്ഷൻസ് അടുത്ത നമ്പർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ അതേപോലെ തന്നെ എല്ലാ നമ്പേഴ്സും വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഏതൊക്കെയാണ് 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഉള്ളത് എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 11 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നോക്കുക. ഓക്കെ, 11 കൊണ്ട് ഡിവിസിബിൾ. അപ്പൊ ഒരു നമ്പറിനെ നമ്മൾ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒന്ന് ഇടവിട്ടിട്ടുള്ള നമ്പേഴ്സ്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സിന്റെ സമ്മ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ 2 7 7 2 1 8 2 7 7 2 1 8 ഇതല്ലേ നമ്മുടെ നമ്പേഴ്സ് വരുന്നത്. അപ്പൊ അതിലിങ്ങനെ ആദ്യത്തെ പിന്നെ രണ്ടാമത്തെ അല്ല ഒന്ന് വിട്ടിട്ടുള്ള ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിന്റെ സം എടുക്കുക. മുകളിലും അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡിജിറ്റ് വിട്ടിട്ടുള്ള ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഡിജിറ്റ്സ് ഉണ്ടല്ലോ അതിന്റെ സം എടുക്കുക. ആദ്യത്തെ എടുത്താൽ രണ്ടാമത്തെ എടുക്കാതെ മൂന്നാമത്തെ എടുക്കുക. ഓക്കെ, ഒരു ഡിജിറ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഡിജിറ്റ്സിന്റെ സം. ഇവിടെ സം എന്ന് പറയുന്നത് എത്ര? 7 2 9 9 1 10 അല്ലെ. മുകളില് ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് എത്ര? 7 2 9 9 8 എന്ന് പറയുമ്പോൾ 17 വരും അല്ലെ. 10ഉം 17ഉം വന്നു. ഇനി ഈ രണ്ട് സമ്മിന്റെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് സം എടുക്കുക. ആ സമ്മിന്റെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ
10, 17 അല്ലെ. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? 7 വരുന്ന ഡിഫറൻസ് അല്ലെ. അത് 11 കൊണ്ട് ഡിവിസിബിൾ അല്ല, അല്ലല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്തേന്ന്? ഓൾട്ടർനേറ്റ് ആയിട്ട് സം എടുക്കുക, മൊത്തത്തിൽ എടുക്കല്ല, ഓൾട്ടർനേറ്റ് ആയിട്ട് സം എടുക്കുക. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് സം എടുക്കുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കുക, രണ്ട് സമ്മിന്റെയും വ്യത്യാസം കുറയ്ക്കുക. ആ വ്യത്യാസം നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ വരില്ല. പിന്നെ മിസ്സേ ഒരു കാര്യം കൂടി, ആ വ്യത്യാസം 0 ആയാലും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആണ്, 0 ആയാലും പറ്റും അല്ലെ. അപ്പോ നമ്മുടെ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഏതാ? ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ സെക്കൻഡ് നമ്പർ. ഇതിന്റെ എന്ത് ചെയ്യാ? ഫസ്റ്റ് നമ്പർ പറ്റില്ല എന്നായി, അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ ഓപ്ഷൻ ഒന്ന് ഒഴിവാക്കി. രണ്ടാമത്തത് നമ്മൾ ചെക്ക് ചെയ്തു അല്ലെ, 198. അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സിന്റെ സം എടുക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഇത്, പിന്നെ ഏതാ നമ്മൾ എടുക്കുന്നത്? ഈ 8 അല്ലെ, പിന്നെ ഈ 0, 9 അല്ലെ. ഈ താഴെ സം എന്ന് പറയുന്നത് 8, 1, 9 വരും. മുകളിലോ 9, 9, 0, 9 തന്നെ വരും അല്ലെ. അപ്പൊ 9 - 9 ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഈ 0നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ അല്ലെ. 0നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ? 0 തന്നെയാണ് ആൻസർ. 0 വന്നു എന്ന് പറഞ്ഞ് എടുക്കാതിരിക്കരുത്. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? സംഭവം മനസ്സിലായോ? അതേപോലെ ഇനി വേണമെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ പിന്നെ വരില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലേ, 9 കൊണ്ട് ഡിവിസിബിൾ അല്ല, അല്ലല്ലോ. മൂന്നാമത്തെ ഓപ്ഷൻ 9 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ വേണമെങ്കിൽ അല്ല അല്ലെ, അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് വന്നത് ഏതാ? 1, 2, 3, 4, 5 അല്ലെ. ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ തോന്നുന്നു. ഇതും അതേപോലെ ഓൾട്ടർനേറ്റ് എടുത്താൽ വരില്ല. ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചുമ്മാ കാണിക്കുകയാണ്. 3, 1, 4, 4, 5, 9 വരും അല്ലെ. ഇവിടെ ഇത് രണ്ടും ആഡ് ചെയ്താൽ 4, 2, 6 വരും. വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 3 അല്ലെ. 11 കൊണ്ട് ഡിവിസിബിൾ അല്ല, അപ്പൊ അതും വരില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ സെക്കൻഡ് വൺ ആണ്. ഡിഫറൻസ് 0 വന്നിട്ടുള്ള നമ്മുടെ സെക്കൻഡ് വൺ 198. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? Okay, miss. ഓക്കെ അല്ലേ? എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വൺ 23ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The amount payable on maturity of a certain sum invested at a certain rate of simple interest per annum for 1 year was rupees 1,484. If the rate of interest had been 2% higher, the amount would have been rupees 26.50 more. What was the interest that was paid on the sum invested at the original rate? എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളേ? നമ്മുടെ 1484 രൂപ ഫൈനൽ ആയിട്ട് കിട്ടി അല്ലെ. മെച്യൂരിറ്റിയിൽ ലാസ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു 2% കൂടുതലായിരുന്നെങ്കിൽ അല്ലെ, ആ മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു 2% കൂടുതലാണെങ്കിൽ നമുക്ക് ആ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 26.50 അല്ലെ, 26 രൂപ 50 പൈസ കൂടുതൽ കിട്ടിയിരുന്നേനെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2% കൂടുതലാണെങ്കിൽ 26.50 കൂടുതൽ കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ റേറ്റിന് അല്ലെ, ഒറിജിനലിന് ആ ശരിക്കുള്ള ആ എമൗണ്ടിന് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒന്നും തന്നിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഈ PRT അങ്ങനെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. പക്ഷെ അതിനൊന്നും നിൽക്കണ്ട, ടൈം കുറെ പോകും. ഇതിൽ നമുക്ക് പ്രിൻസിപ്പിൾ തന്നിട്ടില്ലല്ലോ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എമൗണ്ട് അല്ലെ. അത് സപ്പോസ് നമ്മൾ 100% എടുത്തു. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 100% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2% ഒരു എക്സ്ട്രാ പലിശ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 26.50 രൂപ കൂടുതൽ കിട്ടിയിരുന്നു. അതായത് 2% എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് 26.50 അല്ലെ, റുപ്പീസ് 26.50 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് മൊത്തത്തിലുള്ള നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2% എന്ന് പറയുന്നത് 26.50. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്രയാവും? ക്രോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 100% എന്ന് പറയുന്ന പ്രിൻസിപ്പൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ,
ക്രോസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 2 ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക, 1 ഉള്ളത് ഡിവൈഡ് ചെയ്യുക. 100 ഇൻറ്റു 26.50 ഡിവൈഡഡ് ബൈ 2 വരും. ആണല്ലോ? ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. വൺ ത്രീ ടു ഫൈവ് വരും. ആ യെസ്, 1325 വരും. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്, അല്ലെ, പ്രിൻസിപ്പൾ ആ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 1325 റുപ്പീസാണ്. ഓക്കെ, ഇനി എത്ര റുപ്പീസാ നമുക്ക് കിട്ടിയേ? ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചു കിട്ടിയ റുപ്പീസ് എത്രയാ? 1484 ആണല്ലോ. നിക്ഷേപിച്ചത് 1325 ആണ്, തിരിച്ചു കിട്ടിയത് 1484 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 159. 159 അല്ലെ. ഈ തിരിച്ചു കിട്ടിയെന്ന് നമ്മുടെ പ്രിൻസിപ്പൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. 1484 മൈനസ് 1325 വരും. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കിട്ടും? 159 കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഇൻട്രസ്റ്റ്. 159 റുപ്പീസ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ പ്രിൻസിപ്പൾ നമുക്ക് തന്നിട്ടില്ല. പ്രിൻസിപ്പൾ മൊത്തത്തിൽ ഒരു 100% നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് എടുത്തു. 2% കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ 26.50 രൂപ കൂടി കിട്ടിയേനെ. 2% എന്ന് പറയുന്നതാണ് 26.50. അങ്ങനെയാണെങ്കിൽ 100%, അതായത് മൊത്തം 100% നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? ക്രോസ് ചെയ്യാലോ, 2 എന്നുള്ളത് മൾട്ടിപ്ലൈ, 1 എന്നുള്ളത് ഡിവിഷൻ അല്ലെ. അപ്പൊ 1325. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൾ കിട്ടി. ഇത്ര കൊല്ലം കഴിഞ്ഞ് നമുക്ക് 1484 രൂപയാണ് തിരിച്ചു കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ പലിശ എത്ര? ഇതിന്റെ ഈ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ടാണല്ലോ നമുക്ക് ഇത് കിട്ടിയത് അല്ലെ. ഇൻട്രസ്റ്റ് എത്രയെന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ തിരിച്ചു കിട്ടിയതെന്ന് നമ്മൾ ആ ഇട്ട തുക, അതായത് നമ്മുടെ പ്രിൻസിപ്പൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ 159 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 159 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ മിസ്സേ. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി 24 നോക്കിക്കേ. 243 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3 അല്ലെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഷനാ. അപ്പൊ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക അല്ലെ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ ചെയ്യുക. ഓക്കെ, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ആദ്യം പെർഫോം ചെയ്യുക, പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ചെയ്ത് നോക്കിക്കേ. ഞാൻ ചെയ്ത് നോക്കുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ലെഫ്റ്റിന് അങ്ങോട്ട് ചെയ്ത് പോകുക. ഓപ്ഷൻ ഏതാ പറഞ്ഞേ? ഓപ്ഷൻ ബി. ഓപ്ഷൻ 3. ഓപ്ഷൻ ബി. 3 യെസ്, അതെ അതെ. 243 ഡിവൈഡഡ് ബൈ 3 അല്ലെ. ലെഫ്റ്റ് നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 243 3 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യും അല്ലെ. ഡിവൈഡ് ചെയ്ത് പോകുമ്പോ എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ? എല്ലാവരും ചെയ്ത് നോക്കി. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? 243 ഡിവൈഡഡ് ബൈ 3 ചെയ്യും. അപ്പൊ 81 കിട്ടും. പിന്നെ അഗെയിൻ ആ 81 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. 81 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 കിട്ടും. ആ 27 അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 9 വരും. അഗെയിൻ 9 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ഫൈനലി 3 കിട്ടും. ഓപ്ഷൻ ബി 3. എല്ലാവർക്കും കിട്ടിയോന്ന് പറഞ്ഞേ. ലെഫ്റ്റ് നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോയാൽ അല്ലെ. ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ യെസ്, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ കിട്ടി വിചാരിക്കുന്നു. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ആണ് ആദ്യം സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. ഫ്രാക്ഷൻസിന്റെ ഒക്കെ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ ഇതേപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചെയ്ത് നോക്കിക്കോ. അപ്പൊ ബ്രാക്കറ്റ്സ് ഉള്ള കേസിലൊന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും മുകളിലുള്ള ബ്രാക്കറ്റ്സ് ഏതാണോ അത് സോൾവ് ചെയ്തിട്ട് പോവുക. ചെയ്ത് നോക്കിക്കേ, ഫുള്ള് കംപ്ലീറ്റ് ആയി ചെയ്ത് നോക്കേ. ഇവിടെ ലാസ്റ്റ് നോക്കിക്കേ, ഒരു 7 ഇൻറ്റു 9 -2 എന്നാണ് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്ത് 7 ഇൻറ്റു 9 -2 എന്നിട്ട് ഇങ്ങനെയാണേ. ഇതാണ് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. P2 ഇല്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കുക.
പക്ഷെ -21 അല്ലല്ലോ. മാം ഇത് സ്ക്വയർ ബ്രാക്കറ്റിലുള്ളതാണോ ആദ്യം ചെയ്യേണ്ടത്? ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഏതാണെന്നുള്ളതല്ല, ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. അതായത് ഇപ്പൊ ബ്രാക്കറ്റ് കുറെ ബ്രാക്കറ്റ് പുറത്തുള്ള ബ്രാക്കറ്റ് അല്ല, ഉള്ളിലല്ലേ ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റുകൾ വരില്ലേ, അത് ആദ്യം ചെയ്ത് നോക്കുക. ബ്രാക്കറ്റുകളൊക്കെ ആദ്യം സോൾവ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള ബാക്കിയുള്ള ഓപ്പറേഷൻസ് ചെയ്യുക. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ്സ് ഒക്കെ ആദ്യം സോൾവ് ചെയ്യും. എ അല്ലേ 21 ആണോ? 31 ആണ്. -21 അല്ല 31. 31. യെസ്, ഒരാൾക്ക് കിട്ടിയില്ലേ? 31 മിസ്സേ. 31 മിസ്സേ കിട്ടി. ഓക്കെ, കിട്ടി അല്ലെ? ഇത് തെറ്റാൻ നല്ല ചാൻസ് ഉള്ളതാണ്, ശ്രദ്ധിച്ച് ചെയ്യുന്നു. ഇവിടെ വേണമെങ്കിൽ 15/3 ഒന്നിച്ചൊരു സിംഗിൾ ബ്രാക്കറ്റിലാണ്, അതിനെ വേണമെങ്കിൽ 5 എന്ന് എഴുതാം അല്ലെ, മൈനസ് പിന്നെ ബാക്കി ബ്രാക്കറ്റിലുള്ള സാധനങ്ങൾ സോൾവ് ചെയ്തിട്ട് എന്താ സോൾവ് ചെയ്ത് പോവാം. ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ 9 × 7 ഇവിടെ 63 വരും. വരും. 63 -2 എന്ന് വരും അല്ലെ ഈ ഒരു ബ്രാക്കറ്റിൽ. പിന്നെ ഇവിടെ 5 × 20 ചെയ്യുമ്പോൾ എന്ത് വരും? 100 വരും ആണല്ലോ. ഇവിടെ 15/3 -1 പ്ലസ് വരൂലേ? ഇവിടെ പ്ലസ് വരും. 63 + 2 ആവും, അപ്പൊ 65 വരും. ഇവിടെ 100 -65 എന്ന് വരും ലാസ്റ്റ്. പിന്നെ ഇവിടെ മൈനസ്, പിന്നെ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 5 ഇവിടെ ഉണ്ടാവും. ഇവിടെ 19 1 പോയാൽ 18 ആവും. 18/2 ചെയ്താൽ 9 വരും. അപ്പൊ 5 - 9 - 100 - 65 എന്ന് വരും. അപ്പൊ 5 - 9 - 100 65 സബ്ട്രാക്ട് ചെയ്താൽ 35 വരും അല്ലെ. അപ്പൊ 5 - 9 35 സബ്ട്രാക്ട് ചെയ്താൽ -26 വരും. അപ്പൊ 5 - -26 വരും. 45 അല്ലേ മിസ്സേ? 45 വന്നെ 31 ആണ്. 150. ഓക്കെ. 100 - ഓക്കെ. ഓക്കെ. അപ്പൊ 5 - -26 വരും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 31 വരും. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ (26) 12 men can build a wall in 24.5 days. How many men would be able to build 5 such walls in 49 days? അല്ലെ, അപ്പൊ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യനില്
ഒരു വാൾ ഉണ്ടാക്കാൻ 12 മാനിന് 24.5 ദിവസം. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 5 കിണർ ഉണ്ടാക്കാൻ 5 വാൾ ഉണ്ടാക്കാൻ എത്ര ദിവസമാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് അല്ലെ. അപ്പോ 5 വാൾ ഉണ്ടാക്കാൻ 49 ഡേയ്സ്. അപ്പോൾ 49 ഡേയ്സിൽ 5 വാൾസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ആളുകൾ വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ 12 പേർക്ക് 24.5 ദിവസം. അല്ലെ, 12 മനുഷ്യന്മാർക്ക് വാൾ ഉണ്ടാക്കാനുള്ളത് 24.5 ദിവസമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. പിന്നെ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താ, എത്ര വർക്കായിട്ടുണ്ടാവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, 12 men 24.5 ദിവസം. അപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിരുന്നത് അല്ലെ. 12 × 24.5 നമ്മൾ ചെയ്തിരുന്നത് ഇങ്ങനത്തെ കേസിൽ അല്ലെ. അപ്പൊ ഇവിടെ വർക്ക് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 12 × 24.5 ടോട്ടൽ വർക്ക്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റാ, ഇതേ സെയിം വർക്ക് അല്ല ചെയ്യുന്നത്. ഒരു വാൾ ഉണ്ടാക്കാനാണ് ഇത്രയും വർക്ക്, അല്ലെ ഒരു വാളിന്റെ വർക്കാണിത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 വാൾസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 5 വാൾസിന്റെ. ഒരു വാളിന്റെ വർക്ക്സ് എന്ന് പറയുമ്പോൾ 12 × 24.5 294 വരും. ഓക്കെ, നമുക്ക് എത്ര വേണ്ടേ, ഒരു വാളിന്റെ കേസ് അല്ല ചോദിച്ചത്, സെയിം വർക്ക് അല്ല ഇവിടെ. വർക്ക് എന്ന് പറയുന്നത് ഇതേപോലത്തെ 5 വാൾസ് ഉണ്ടാക്കാൻ എത്ര മെൻ വേണമെന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ 5 വാൾസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വർക്ക് എന്ന് പറയുന്നത് എത്ര, 1 × 294 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 വാൾസ് ഉണ്ടാക്കാനുള്ള വർക്ക് എന്ന് പറയുന്നത് 5 × 294 വരും. ഓക്കെ, 1470 വരും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് മെൻസാ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് മെൻ എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 5 വാൾസ് ഉണ്ടാക്കാൻ 1470 അല്ലെ, വർക്കാണ് പറയുന്നത് 1470 എന്ന് പറയുന്നത്. എത്ര ഡേയ്സ് കൊണ്ടാ, ഡേയ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 49 ഡേയ്സ് ആണ് അല്ലെ. അപ്പൊ ഈ 1470 വർക്ക് 49 ഡേയ്സിൽ ചെയ്ത് തീർക്കാൻ എത്ര മാൻ വേണമെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് ഈ വർക്ക് ബൈ നമ്മുടെ ഡേയ്സ് ചെയ്താൽ മതി. അതായത് ഈ 1470 ബൈ നമ്മുടെ ഡേയ്സ് എന്ന് പറയുന്നത് 49. ഓക്കെ, ഈക്വൽ ടു 30 men എന്ന് കിട്ടും. ഓക്കെ, സെയിം വർക്ക് അല്ല. ഫസ്റ്റ് വണ്ണിൽ പറയുന്ന ഒരു വാളിന്റെ കേസാണ്. നെക്സ്റ്റ് വണ്ണിൽ പറയുന്നത് വർക്ക് ഡിഫറെന്റ് ആണ്. അവിടെ 5 വാൾസിന്റെയാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനുള്ള വർക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മെൻ കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്ര മണിക്കൂർ, 5 men ഒരു ജോലി ഇത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല തോന്നുന്നു. ഓക്കെ, ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ആയോ എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഒരു കമന്റ് എങ്കിലും ഇട്ടെ. Clear, ma'am. ഓക്കെ, ഇതിൽ 5 കൂടെ അതിൽ ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതിയല്ലേ മുകളില്? 5 അതിൽ ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. വർക്ക് അവിടെ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു 5 അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ ഉള്ളൂ ഡിഫറെന്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയും മിസ്. 12 men, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12 മനുഷ്യന്മാര് ഒരു വാൾ ഉണ്ടാക്കാൻ 24.5 ഡേയ്സിൽ ഒരു വാൾ നിർമ്മിക്കുന്ന പറഞ്ഞിട്ടില്ലേ അല്ലെ. അപ്പൊ 12 men 24.5 ഡേയ്സ്. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ വർക്ക്, ഓക്കെ, വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ആ 12 × 24.5 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാ, 294 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഇത് പറഞ്ഞിട്ടുള്ളത്, കണ്ടീഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ 5 വാൾസ് ഉണ്ടാക്കണം. ഓക്കെ, 5 വാൾസ് 49 ദിവസം ഉണ്ടാക്കാൻ എത്ര ആളുകൾ വേണ്ടി വരുന്ന ചോദിച്ചത്. ആദ്യത്തേൽ ഒരു വാൾ ഉണ്ടാക്കാനുള്ള വർക്കാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഒരു വാൾ ഉണ്ടാക്കാനുള്ള ഈ വർക്കാണെന്ന് പറയുന്നത് 294. അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ 5 വാൾസ് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, ഒരു വാളിന് 294 വെച്ച് 5 വാൾസ് ഉണ്ടാക്കാൻ 5 × 294 വരും. ഓക്കെ, അപ്പൊ 1470 വരും 5 വാൾസ് ഉണ്ടാക്കാനുള്ള വർക്ക്. ഇനി എത്ര ഡേയ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, 49 ദിവസത്തിൽ ഇത് തീർക്കണം. ഈ ഒരു ജോലി 49 ദിവസത്തിൽ തീർക്കണം. അതിന് എത്ര മാൻ വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആ വർക്കിനെ ജസ്റ്റ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. വർക്ക് എന്ന് പറയുന്നത് ഈ 1470 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാ, 49 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര മെൻ വേണം, 30 men വേണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 27th one. A sum of money invested at 10% compound interest per annum amounts to 10,164 in 2 years interest compounded annually. What was the sum invest? അല്ലെ, അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എത്ര റുപ്പീസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും ഇയറും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് എത്ര റുപ്പീസ് നമുക്ക് കിട്ടുന്നത്? ഈ 10,164 എമൗണ്ട് ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ഓക്കെ, 2 ഇയറിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നാ ചോദിച്ചത്. അതായത് നമ്മുടെ പ്രിൻസിപ്പൾ ആണ് ഇവിടെ മിസ്സിംഗ്. ഓക്കെ, പ്രിൻസിപ്പൾ ആണ് ഇവിടെ മിസ്സിംഗ്. നമ്മുടെ എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്താ ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ? P into 1 plus R by 100 the whole raised to n ആണ് അല്ലെ, അല്ലെങ്കിൽ whole raised to t എന്ന് വേണമെങ്കിൽ ഇടാം അല്ലെ. അപ്പൊ ടോട്ടൽ എമൗണ്ട് പറയുമ്പോൾ അതിൽ P എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രിൻസിപ്പൾ ആണ്. അതായത് നമ്മൾ ആ ഇട്ട എമൗണ്ട്, ഒരു ഇതിൽ നമ്മൾ ഇട്ട എമൗണ്ട് ആണ് നമ്മുടെ P എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണ് അതാണ് നമ്മുടെ R എന്ന് പറയുന്നത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, അതായത് എത്ര ഇയറിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതാണ് N എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയത് എന്ന് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? 10,164. ഈ എമൗണ്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടിയത്. ഓക്കെ, ഈ എമൗണ്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടിയത്. ഇനി പി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു എന്നാ ചോദിച്ചേ. സോ പി എന്ന് തന്നെ ഇവിടെ എഴുതിക്കോ. 1 പ്ലസ് ആർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. എത്ര നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതില്? 10% ആണ് അല്ലെ. 10% എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുന്നത് 10 ആണ് അല്ലെ. അപ്പൊ 10/100 ഹോൾ റേസ് ടു n. n എന്ന് പറയുന്നത് എത്രയാ? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് പറഞ്ഞത് 2 ആണ്. 2 കൊല്ലത്തിലാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഈക്വൽ ടു ഈ നമ്മുടെ കിട്ടിയ എമൗണ്ട് 10,164 വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഈ സംഭവം സോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഒരു സംഭവം സോൾവ് ചെയ്തിട്ട് പിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ പവേഴ്സ് ആക്കിയിട്ട് എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോയിന്റ് ഇട്ടിട്ട് അല്ലെ, 10നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയിന്റ് ആക്കിയിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു സാധനം സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ പി ഇൻറ്റു, ഇപ്പൊ ഞാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സീറോയും ഈ ഒരു സീറോയും വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെ. അപ്പോ 1 + 1/10 ആയി. ക്രോസ് ചെയ്തു വെച്ചാൽ എന്ത് വരും? 10 + 1 11, 11/10 ആവും. 11/10 the whole square is equal to 10,16,4 അല്ലെ, 10,164 വരും. ഇനി ഇതിനെ സ്ക്വയർ ചെയ്യണം അല്ലെ. 11² / 10² ആണ്. 11² എന്ന് പറഞ്ഞാൽ എന്ത് വരും? 11 × 11 അല്ലെ. 11 × 11 എന്ന് പറഞ്ഞാൽ 121 വരും. ബൈ 10² എന്ന് പറഞ്ഞാൽ എത്ര വരും? 10 × 10 എത്രയാ? 100 ആണ്. ഈക്വൽ ടു 10,164 വരും. ഓക്കെ, അപ്പോ ഇനി ഇതൊന്ന് നമുക്ക് പി ആ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഈ താഴെയുള്ള ഡിവിഷനെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ പി ഇൻറ്റു 121 എന്ന് പറഞ്ഞാൽ ഈ 10,164 ഇൻറ്റു 100 വരും. ഇതിൻ്റെ ഒപ്പം 2 സീറോസും കൂടി. അതിന്ന് നമുക്ക് പി കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 10,16,400 ഡിവൈഡഡ് ബൈ 121 ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻസിപ്പൾ കിട്ടും. ഓക്കെ, ഇതേ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്ത് വരണമെന്നില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 10നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 അങ്ങനെ ഡെസിമൽ ആക്കിയിട്ട് 1ന്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് ഈ ഒരു സാധനം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. 92 സ്റ്റക്ക് ആവുന്നു. എന്താ പറഞ്ഞേ? 92,400 ആണോ ആൻസർ? 92 അല്ല, ഒന്നുകൂടി നോക്കിക്കേ. 92,400. ഒന്നുകൂടെ ചെക്ക് ചെയ്തേ, ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. എല്ലാരും നോക്കേ. സോറി ഒരു 11 കൂടി ഉണ്ടായിരുന്നു ഡിവൈഡ് ചെയ്യാൻ. 8,400 ആണോ? യെസ്,
8,400. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 8,400. സോ ഇങ്ങനെ ഇതിൽ ഈ പവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുമ്പോഴേ കുറച്ച് കാൽക്കുലേഷൻസ് ചിലതിലൊക്കെ വരും. അപ്പൊ മാക്സിമം ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ആ സീറോയും മുകളിൽ വലുതും കട്ട് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി. ഇനി ഡെസിമൽസ് ആണ് ഈസി എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഡെസിമലിന്റെ ഒരു ഡിവിഷൻ വരും. ഏകദേശം ഇതുപോലൊക്കെ തന്നെ ലാസ്റ്റ് വരുന്നത്. ലാസ്റ്റ് എന്തായാലും ഇതുപോലൊരു ഡിവിഷൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബാക്കി ഇടയിലുള്ള സ്റ്റെപ്സ് എങ്ങനെ വേണമെങ്കിലും മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്പീഡ് ബോട്ടൈൻ സ്ട്രീം ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ അതുപോലെ ലെങ്ത്, വെയിറ്റ്, ആ രണ്ട് സാധനങ്ങളുടെ നമുക്ക് അറിയാവുന്ന യൂണിറ്റ്സ് അറിയാലോ. നിങ്ങൾക്ക് അറിയാവുന്നത് കുറെ ഒക്കെ അറിയാം അല്ലെ? കിലോഗ്രാം, ഗ്രാം, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത്യാവശ്യം. മില്ലിഗ്രാം, പിന്നെ ലിറ്റർ, മില്ലി ലിറ്ററും ഒക്കെ അറിയുന്നുണ്ടാവും. വെയിറ്റിന്റെ അതുപോലെ തന്നെ. അതല്ലാതെ കുറച്ച് എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ ഇപ്പൊ നമ്മൾ പറയില്ലേ ഡെസിഗ്രാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ കൺവേർഷൻസും കുറച്ച് ബേസ് വേണ്ടതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, മേ ബി വരാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു ഓൾ. താങ്ക് യു മാം.